عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان ما شاء الله كان ما شاء الله كان ما لم يشاء لم يكن لا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل رب زدني علما محمد ذكره روح لأنفسنا محمد شكره فرضا على الأمم مولاي صل وسلم على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم على حبيبك خير الخلق كلهم സമാധാന്യനായ യോഗത്തിന്റെ അധ്യക്ഷനും സംസ്ഥ ബഹ്റൈൻ കമ്മിറ്റിയുടെ കരുത്തനായ പ്രസിദ്ധമായ സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങളവർകളെ, ഈ മഹത്തായ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളവർകളെ, വേദിയിലിരിക്കുന്ന പ്രിയങ്കരായ കുഞ്ഞഹമ്മദ് ഹാജി, പ്രിയങ്കരനായ അബ്ദുൽ വാഹിദ്, ഹബീബ്, മറ്റു അഭിമന്യരായ ഉസ്താദുമാരെ, KMCയുടെ നേതാക്കളെ, കർമ്മോത്സവരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും കീഴടങ്ങളുടെയും സമ്മന്നതരായ നേതാക്കന്മാരെ, നല്ലവരായ രക്ഷിതാക്കളെ, വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടലും നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ സ്വാലിഹായ അമലായി നിങ്ങൾക്ക് പോയി തന്നെ ഗ്രഹിക്കട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് സഹകരിച്ചവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവരെയും അല്ലാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും അവരിൽ നിന്നും മരണപ്പെട്ടവരൊക്കെ പരിചിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി തീർക്കട്ടെ. ബിഹഖി നബിയ്യിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, ശക്തമായ ചൂടിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സ്നേഹിച്ചുകൊണ്ട് ഇവിടെ തടിച്ചുകൂടിയ എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ പ്രവാസി സഹോദരങ്ങളെ, ഇവിടെ ദിവസങ്ങളോളമായ ശക്തമായ ചൂടാണ്. നിങ്ങളൊക്കെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രയാസം കാണുന്നുണ്ട്. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് എല്ലാവരും ഇരിക്കുന്നറിയാം. എങ്കിലും അൽഹംദുലില്ലാഹ് നമുക്കൊന്ന് ഇരിക്കാനും ഈ കഠിനമായ ചൂടിലും അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കാനും അതിൽ സംബന്ധിക്കാനും സാധിച്ചു എന്നുള്ളത്
അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു സൗഭാഗ്യമാണ്. കൂട്ടത്തിൽ നാം ചിന്തിക്കുക, സൂര്യൻ എത്രയോ കോടാനുകോടി കിലോമീറ്റർ അകലെയാണ്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. എന്നിട്ടും നമുക്ക് ചൂട് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാളെ മഹ്ശറയിൽ ഒരു ചാൺ മീതെയായിക്കൊണ്ട് സൂര്യൻ നിലകൊള്ളുന്നൊരവസ്ഥ, ആ ഒരു സാഹചര്യം എന്തായിരിക്കും? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ കഠിന ചൂടിന്ന് രക്ഷപ്പെടാനുള്ളൊരു വേദിയായി അള്ളാഹു നമ്മുടെ വേദിയെ മാറ്റുമാറാവട്ടെ. ഇനി കഠിന ചൂടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ കടന്നു വരേണ്ട ചിന്ത അതാവട്ടെ. അള്ളാഹുവേ, നിന്റെ ദീനിനെ സ്നേഹിച്ചുകൊണ്ട്, നിന്റെ പരിശുദ്ധമായ ഇൽമിനെ സ്നേഹിച്ചുകൊണ്ട്, ഞങ്ങളിതാ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഈ അക്ഷരയിൽ വരുമ്പോ ആ ചൂടുന്ന് കഠിന ചൂടിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അർശന്റെ തണലിൽ ഒരുമിച്ച് കൂടലാവണം. അള്ളാഹുവെ, ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതായിരിക്കട്ടെ ഇന്നത്തെ ചിന്ത. അത് വല്ലാത്തൊരു ഭയാനകരമാണ്. മഹ്ശറയിലെ ചൂട്. ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഹുശറുൻ നാസ് ഉഫാതൻ ഉറാതൻ ഉർല. നാളെ മഹ്ശറയിൽ മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന രംഗം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പൂർണ്ണനഗ്നരായിട്ട് ഒരു നൂലുകൊണ്ട് പോലും നാണം മറക്കാൻ അനുവദിക്കാതെ പൂർണ്ണനഗ്നരായിട്ട്, ഒരു ചെരുപ്പ് പോലും ധരിക്കപ്പെടാത്തവരായിട്ട്, ചേലാക്രമം ചെയ്യപ്പെടാത്തവരായിട്ട്, ഈ ഒരവസ്ഥയിലാണ് നാളെ മഹ്ശറയിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുക. ഇത് പറഞ്ഞപ്പോ ബിവി ആയിഷ റളിയല്ലാഹു അൻഹ പുണ്യ നബിയോട് ചോദിച്ചല്ലോ, നബി അർരിജാലു വന്നിസാഉ യാ റസൂലല്ലാഹ്, പുരുഷന്മാർ സ്ത്രീകളൊക്കെ നഗ്നരായിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു ചോദിക്കാൻ കാരണമുണ്ട്. കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും മറ്റൊരാൾ ഔറത്തിലേക്ക് നോക്കിയിട്ടില്ല സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ. തനിക്ക് അനുവദനീയമായ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഔറത്ത് പോലും ബീവി ആയിഷ റളിയല്ലാഹുവിനെ കണ്ടിട്ടില്ലെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അത്രത്തോളം ലജ്ജയുള്ള, അത്രത്തോളം ഹയാ ഉള്ള മഹദിയായിരുന്നു സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു ചോദിക്കുന്നു, നബിയേ, റിജാലു വന്നിസാ, സ്ത്രീകളും പുരുഷന്മാരെല്ലാവരും നഗ്നരായിരിക്കുമോ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി, അതേ ആയിഷ, അർരിജാലു വന്നിസാ, സ്ത്രീകളും പുരുഷന്മാരെല്ലാവരും നഗ്നരായിരിക്കും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത ചോദ്യം, എങ്കിൽ നബിയെ അയൻദുറു ബഅ്ദുഹും ഇലാ ബഅദ്, അങ്ങനെയാണെങ്കിൽ പുരുഷന്മാർ സ്ത്രീകളിലേക്കും സ്ത്രീകൾ പുരുഷന്മാരിലേക്കും അവരുടെ നഗ്നതകളിലേക്ക് നോക്കില്ല നബിയെ? എല്ലാവരും നഗ്നരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ലേ? ആയിഷ റളിയല്ലാഹുവിന്റെ ലജ്ജയോടുകൂടി ചോദിച്ചു പോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ഇല്ല ആയിഷ, ഇല്ല, അന്ന് നോക്കാൻ കഴിയില്ല. ആയിഷ, അന്ന് ഓരോരുത്തരും സ്വന്തം കാര്യം ആലോചിച്ചുകൊണ്ട് ഞെട്ടോട്ടമോടുന്ന രംഗമായിരിക്കും. ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ കഴിയില്ല. മഹ്ശറയുടെ ഭീകരത കണ്ടിട്ട്, ബീഭത്സത കണ്ടിട്ട്, അവിടുത്തെ പ്രയാസം കണ്ടിട്ട് മനുഷ്യന്മാർ ഞെട്ടോട്ടമോടുന്ന രംഗമാണ്. പരസ്പരം നോക്കാൻ കഴിയില്ലെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യൗമ യഫിറുൽ മർഉ, ഖുർആൻ പറഞ്ഞില്ലേ, മനുഷ്യന്മാരൊക്കെ ഓടിപ്പോകുന്ന രംഗം. ബാപ്പാക്ക് മോനെ വേണ്ട, മോൻക്ക് ഉപ്പയെ വേണ്ട, ഭാര്യയ്ക്ക് ഭർത്താവിന് വേണ്ട, ഭർത്താവിന് ഭാര്യയെ വേണ്ട, ഓരോരുത്തരും ഞെട്ടോട്ടമോടുന്ന രംഗമാണ്. ആ സമയത്ത് സുബ്അത്തുൻ യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 7 വിഭാഗത്തിന് അർശിന്റെ തണലുണ്ട്. അതിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, ഈ ഒത്തുകൂടൽ ആ അർശിന്റെ തണൽ കിട്ടാനുള്ളൊരു സൗഭാഗ്യമാക്കി അല്ലാഹു മാറ്റുമാറാവട്ടെ. ഞാൻ തികച്ചും പറയുന്നു, ഉറപ്പിച്ചു പറയുന്നു, സാധിക്കും നമുക്കതിന്. കാരണം ഇവിടെ ഇരിക്കുന്നവരൊക്കെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ്. ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും പല ഭാഗത്തുള്ള ആളുകളാണ്. പക്ഷേ പരസ്പരം ദീനിന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിച്ചവരാണ്. മഹ്ശറയിൽ അർശിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗത്തെ എണ്ണിയപ്പോൾ റജുലാനി തഹാബ്ബാ ഫില്ലാഹ്, 2 ആളുകളെ കുറിച്ച് പറഞ്ഞു. എന്താ 2 ആളുകളുടെ പ്രത്യേകത? റജുലാനി തഹാബ്ബാ ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച ആളുകൾ. ഇവിടെ ഒത്തുകൂടിയൊക്കെ അങ്ങനെയാണ്. ഇവിടെ വന്ന് കണ്ടുപരിചയപ്പെട്ടവർ എന്തിന്റെ പേരിൽ ഒത്തുകൂടി? അള്ളാഹുവിന്റെ മാർഗത്തിൽ, ദീനിന്റെ പേരിൽ, ഇൽമിന്റെ പേരിൽ, നന്മയുടെ പേരിൽ
പരസ്പരം സ്നേഹത്തോട് ഒത്തുകൂടാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ. അങ്ങനെ സ്നേഹത്തോടൊത്തുകൂടി സ്നേഹത്തോടെ വിട്ടുപിരിയുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബഹ്റൈന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, ഇവിടെ ഗ്രൂപ്പില്ല, ഇവിടെ പ്രശ്നങ്ങളില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ല. വളരെ സ്നേഹത്തോടുകൂടെ. ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. പല ഭാഗങ്ങളിലും ചെല്ലുമ്പോഴുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ഒരേ മനസ്സോടെ, ഒരേ സ്നേഹത്തോടെ, ഒരേ ചിന്തയോടുകൂടെ പ്രവർത്തിക്കുന്ന നല്ലൊരു സമൂഹമായി പ്രവാസി സമൂഹത്തിന് മൊത്തം മാതൃകയായി ബഹ്റൈനിലെ നല്ലവരായ പ്രവർത്തകന്മാർ. അല്ലാഹുവേ, ഇവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇവിടെ പ്രവർത്തനങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ബിഹഖി നബിയ്യിനുൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുന്നു, നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്, എനിക്കറിയാം. പ്രയാസമുണ്ടെങ്കിലും ഒക്കെ ക്ഷമിച്ച് ഒരല്പനേരം. ഇന്ന് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, മറ്റുള്ള വിഷയങ്ങളിലേക്കൊന്നും നടക്കുന്നില്ല. അതൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ നമുക്കിവിടെ LCD സഹിൻ തന്നെ ഇവിടെ പരിപാടിയുണ്ട്. അതിൽ വെച്ചുകൊണ്ട് ചൂടൊന്നുമില്ലാതെ പ്രയാസമൊന്നുമില്ലാതെ സംവിധാന സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് പറയാം. ഇന്ന് അല്പം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. നിങ്ങൾ അവസ്ഥ കാണുമ്പോൾ നീട്ടിക്കൊണ്ടുപോകുന്ന ഉചിതമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുറഞ്ഞ സമയം മാത്രം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അള്ളാഹു നല്ലത് പറയാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, നന്മയുടെ വാഹകരായി തിന്മയുടെ വിരോധികളായി ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ബിഹഖി നബിയ്യിനുൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, നമ്മളൊക്കെ ഈ ലോകത്തിനോട് വിട പറയേണ്ടവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവരാണ്. ഏത് സമയത്തും നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ട ഒരു ചിന്തയാണ്. എപ്പോഴും നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ട ഒരു ചിന്തയാണ്. ഇതൊക്കെ ഒരു താൽക്കാലികം മാത്രമാണ്. ഏത് സമയത്തും നമ്മൾ പോകേണ്ടവരാണ്. നമ്മുടെ സുഖങ്ങളൊക്കെ താൽക്കാലികം മാത്രമാണ്. ഈ കെട്ടിടത്തിന്റെ ഉള്ളിൽ കഴിയുന്നവരൊക്കെ, സുഖത്തിൽ AC-യിൽ കഴിയുന്നവരൊക്കെ ഒരു സമയത്ത് പുറത്തിറങ്ങേണ്ടവരാണ്. നമ്മൾ ഈ അടുത്തല്ലേ വായിച്ചത്, നേപ്പാളിൽ ദുരന്തമുണ്ടായപ്പോ, ഭൂമി കുലുക്കമുണ്ടായപ്പോ നേപ്പാളിന്റെ പ്രധാനമന്ത്രി നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചു. അദ്ദേഹം എവിടെയാ താമസിച്ചത്? ഒരാഴ്ചക്കാലം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലല്ല. അദ്ദേഹത്തിന് സുഖമായി കഴിഞ്ഞുകൂടാനുള്ള കൊട്ടാരമുണ്ട്, പക്ഷേ ആ കൊട്ടാരത്തിലല്ല. പിന്നെയോ നമ്മൾ പത്രത്തിൽ വായിച്ചു, അദ്ദേഹം താമസിച്ചത് എവിടെയാണ്? പുറത്ത് ടെന്റ് കെട്ടി, കേവലം ടാറപ്പായ കൊണ്ടിട്ട് കെട്ടിയ ടെന്റിന്റെ ഉള്ളിലാണ് ഒരാഴ്ചക്കാലം അദ്ദേഹം താമസിച്ചത്. എന്തേ കാരണം? അള്ളാഹു തആല ഒരു പരീക്ഷണമിറക്കിയതാണ്. അള്ളാഹു ഒരു പരീക്ഷണമിറക്കിയതാണ്. നമ്മളും ചിന്തിക്കുക, ഇതൊക്കെ ഒരു താൽക്കാലികം മാത്രമാണ്. ഇന്നല്ലെങ്കിൽ നാളെ പോകേണ്ടവരാണ്. നമ്മുടെ സുഖങ്ങൾക്കൊക്കെ ഒരറുതി വരുന്നൊരു ദിവസം വരാനും ഏത് സമയത്തും നമ്മൾ പോകേണ്ടി വരും. ആ പോകുന്ന സമയത്ത് എപ്പോൾ മരിക്കേണ്ടി വന്നാലും നല്ലൊരു മരണം നമുക്ക് കിട്ടണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എപ്പോൾ മരിക്കേണ്ടി വന്നാലും, എവിടുന്ന് മരിക്കേണ്ടി വന്നാലും, എങ്ങനെ മരിക്കേണ്ടി വന്നാലും മരണസമയം നന്നായിരിക്കണം. പടച്ചവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ മരിക്കാൻ കഴിയണം. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. നമുക്കൊരുപാട് പ്രയാസങ്ങളാണ്. ഇന്നലെ നമ്മുടെ 1-2 പരിപാടിയിലൂടെ പങ്കെടുത്തപ്പോ സലാത്ത് മജ്‌ലിസിലൊക്കെ ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങളാണ് എഴുതി കൊടുത്തയച്ചിരിക്കുന്നത്. ഒരുപാട് വിഷമങ്ങൾ. സ്വന്തം ഭാര്യ എഴുതി കൊടുത്തയച്ചിരിക്കുന്നു ഭർത്താവിന്റെ പ്രയാസം, ഭർത്താവിന്റെ മർദ്ദനങ്ങളെക്കുറിച്ച്, ഭർത്താവിന്റെ പീഡനങ്ങളെക്കുറിച്ച്. ഒരു ഭാര്യയ്ക്ക് സുഖമായി കഴിയാൻ കഴിയുന്നില്ല ഭർത്താവിന്റെ പീഡനം കൊണ്ട്. ഒരു ഭർത്താവിന് സുഖമായി കഴിയാൻ കഴിയുന്നില്ല ഭാര്യയുടെ ദുസ്വഭാവം കൊണ്ട്. ഒരു ഉപ്പാക്ക് സുഖമായി കിടന്നുറങ്ങാൻ കഴിയുന്നില്ല തന്റെ മകനെ ആലോചിച്ചുകൊണ്ട്. എല്ലാവരും മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലേക്ക് ഫോൺ ചെയ്തു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് കേൾക്കുന്ന ദുഃഖകരമായ വാർത്തകളാണ്. ഏത് സമയത്തും നമ്മുടെ മനസ്സിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്, വിഷമങ്ങളാണ്. ഈ വിഷമങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത വേണം, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത വേണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, മനസ്സിന് സമാധാനം കിട്ടാൻ ഏറ്റവും നല്ല മാർഗം അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലണം, അല്ലാഹുവിനെ അഭിമുഖീകരിക്കണം. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. പിന്നെ എവിടെ കിടന്നാലും പ്രശ്നമുണ്ടാവില്ല, എവിടെ ഇരുന്നാലും പ്രശ്നമുണ്ടാവില്ല. എന്തൊക്കെ പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും മനസ്സിൽ വിഷമമുണ്ടാവില്ല. കണ്ടില്ലേ നിങ്ങൾ സയ്യിദുന ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു. ആരായിരുന്നു ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു? ഒരു കൊട്ടാരത്തിൽ ജീവിച്ച മഹാനായിരുന്നു. വലിയ കൊട്ടാരത്തിൽ വളരെ സുഖത്തോടുകൂടെ ജീവിച്ച മഹാനായിരുന്നു സയ്യിദുന ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു. പക്ഷേ കൊട്ടാരത്തിൽ പട്ടുമെത്തയിൽ കിടക്കുമ്പോൾ പോലും തന്റെ മനസ്സിന് സമാധാനമുണ്ടായിരുന്നില്ല.
രാജകീയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും തന്റെ മനസ്സിന് സമാധാനമുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴല്ലേ ഒന്ന് രണ്ട് അത്ഭുതങ്ങൾ കാണുന്നു. തന്റെ മനസ്സിന് മാറ്റം വരാനുതകുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ കാണുന്നു. അതോടുകൂടി ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു മനസ്സിന് വല്ലാത്ത മാറ്റം വരുന്നു. കൊട്ടാരം വിട്ടോടുകയാണ്. ഈ സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു കൊട്ടാരം വിട്ടുപോവുകയാണ്. തറക്തുൽ ഖൽഖ തുറൻ ഫീ റിളാക, ഞാൻ എന്റെ പ്രജകളെയും എന്റെ കൊട്ടാരത്തെയും തനിക്ക് സേവനം ചെയ്യുന്നവരെയും എല്ലാം ഞാൻ ഒഴിവാക്കുകയാണ്. തുറൻ ഫീ റിളാക, റബ്ബേ നിന്റെ തൃപ്തി മാത്രം കിട്ടണം എനിക്ക്. ആ തൃപ്തിക്ക് വേണ്ടി വലൗകത്തനി ഫിൽ ഹബ്ബി ഇർബ ലമാ ഹന്നൽ ഫുആദു ഇലാ സിവാക, എന്നോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി എന്നെ കഷ്ണം കഷ്ണമായി മുറിക്കപ്പെട്ടാലും എന്നെ ജിഞ്ചായിക്കൊണ്ട് ഇല്ലായ്മ ചെയ്യപ്പെട്ടാലും ലമാ ഹന്നൽ ഫുആദു ഇലാ സിവാക, റബ്ബേ നീയല്ലാത്ത മറ്റൊരാളിലേക്ക് എന്റെ മനസ്സിനി പോകുകയില്ല, എന്റെ മനസ്സിന് വേറെ ആളിലേക്ക് ആകർഷിക്കുകയില്ല എന്ന ചിന്തയോടുകൂടെ കൊട്ടാരം വിട്ടുകൊണ്ട് മഹാനായ സയ്യിദുന ഇബ്രാഹിം റളിയല്ലാഹു അൻഹു കാട്ടിലേക്ക് പോവുകയാണ്. ആ കാട്ടിൽ പോയി പച്ചിലകൾ തിന്നുകൊണ്ട് മരം ചെരുവിലൂടെ ഒഴുകുന്ന അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് ജീവിക്കുമ്പോ സയ്യിദുന ഇബ്രാഹിം റളിയല്ലാഹു അൻഹു മനസ്സിന് വല്ലാത്ത സമാധാനമാണ്, എപ്പോഴും സന്തോഷമാണ്, എപ്പോഴും സമാധാനമാണ്. എന്തുകൊണ്ട്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹ് എന്നൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നപ്പോ ഇതുവരെ ഇല്ലാതിരുന്നൊരു സന്തോഷവും ഇതുവരെ ഇല്ലാതിരുന്ന സമാധാനവും സയ്യിദുന ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. അല്ലാഹ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു. അത് കടന്നു വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ വല്ലാത്തൊരു മാറ്റം വരും. ഹറാമുകൾ ചെയ്യാൻ കഴിയില്ല നമുക്ക്, ഹറാമുകൾ പ്രവർത്തിക്കാൻ കഴിയില്ല നമുക്ക്, ഹറാമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ ഹറാമെന്ന് അകന്നു നിൽക്കുമ്പോ ഹൈറായ വഴികളൊക്കെ അല്ലാഹു തആല നമ്മളിലേക്ക് എളുപ്പമായി കൊണ്ടിരിക്കും. നോക്കൂ നിങ്ങൾ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ലാ തദഉ ശൈഅൻ ഇത്തിഖാഅൻ ലില്ലാഹ് ലാ അബ്ദലക്കല്ലാഹു ഖൈറൻ മിൻഹു. അല്ലാഹ് എന്നൊരു ചിന്തയ്ക്ക് വേണ്ടി, അല്ലാഹ് എന്നൊരു ലക്ഷ്യത്തോടുകൂടെ നീ എന്തൊക്കെ കാര്യങ്ങൾ മാറ്റിവെച്ചു. ഈ സദസ്സിൽ നമ്മൾ വന്നിരിക്കുന്നു, നമ്മുടെ ലക്ഷ്യം എന്താ? ഒരുപാട് തിരക്ക് നമുക്കുണ്ട്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ പ്രഗത്ഭരാണ്, ഒരുപാട് തിരക്കുകളുള്ളവരാണ്. ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് അല്ലാഹ് എന്നൊരു ചിന്തയോടുകൂടെ വന്നിരുന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് വേറെ പല പ്രോഗ്രാമുകളുണ്ട്, മനസ്സിന് ആനന്ദമുണ്ടാക്കുന്ന സന്തോഷമുണ്ടാക്കുന്ന പലതുമുണ്ട്. അവിടേക്ക് പോകണമെന്ന് മനസ്സ് നമ്മളെ താല്പര്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതിലേക്ക് പോകാതെ നമ്മളിവിടെ ഇരിക്കുന്നെന്തിനാ? ഇത്തിഖാഅൻ ലില്ലാഹ്, അല്ലാഹ് അല്ലാഹ്. ഈ ഒരു ചിന്തയോടുകൂടെ നമ്മൾ ഇരിക്കുമ്പോ ഒരുപക്ഷെ താൽക്കാലിക നഷ്ടങ്ങൾ അവിടെ ഉണ്ടായേക്കാം, താൽക്കാലിക ലാഭങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ അബ്ദലക്കല്ലാഹു ഖൈറൻ മിൻഹു, അല്ലാഹു നിനക്ക് വേറെ വഴിയിലൂടെ, നീ അറിയാത്ത മാർഗത്തിലൂടെ ഖൈർ നിനക്ക് പകരമായി കൊണ്ടിരിക്കുമെന്ന് മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്, എന്ത് ചെയ്യുമ്പോഴും അല്ലാഹ് എന്നൊരു ചിന്തയുണ്ടായിരിക്കും. കണ്ണൊരിക്കലും ഹറാമിലേക്ക് പോകാതിരിക്കുക, കൈയൊരിക്കലും ഹറാമിലേക്ക് പിടിക്കാതിരിക്കുക, കാലുകൊണ്ടൊരിക്കലും ഹറാമിലേക്ക് നടക്കാതിരിക്കുക. എന്ത് പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും എന്ത് പിടിക്കുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും അല്ലാഹ് അല്ലാഹ് ഈ ചിന്ത മനസ്സിലേക്ക് കടന്നു വരണം. അങ്ങനെ വന്നാൽ പിന്നെ എവിടെയും പേടിക്കേണ്ടതില്ല. മൻ ഖാഫല്ലാഹ് ഖാഫഹു കുല്ലു ഷൈ, അല്ലാഹുവിനെ പേടിച്ചു കഴിഞ്ഞാൽ സകല വസ്തുക്കളും നമ്മെ പേടിക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ ഒരു അവസ്ഥ നമുക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടായാലേ നമ്മളെ ദുആ കൊണ്ട് കാര്യമുള്ളൂ. നമുക്കുള്ള പ്രശ്നം എന്താ? നമ്മൾക്ക് കുറെ ദ്വാർക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ഉത്തരം കിട്ടുന്നില്ല, അല്ലേ? പക്ഷെ എന്റെ ദ്വാക്ക് ഉത്തരം കിട്ടാത്തത് പണിയെടുക്കാത്തതുകൊണ്ടാണ്. നമ്മൾ വെറും ദ്വാ ഏൽപ്പിച്ചു കൊടുക്കുന്ന പണിയുള്ളൂ. ഉസ്താദുമാരെ കണ്ടാ പറയും ഉസ്താദ് ദ്വാ ചെയ്യണം, തങ്ങളെ കണ്ടാ പറയും തങ്ങൾ ദ്വാ ചെയ്യണം. അത് പറയണ്ടെന്നല്ല, അതൊക്കെ പറയണം, പുണ്യമുള്ള കാര്യമാണ്. ആലിമീങ്ങളോട് ദ്വാർക്കാൻ പറയാ, സയ്യിദന്മാരോട് ദ്വാ ചെയ്യാൻ പറയാ, പുണ്യമുള്ളതാണ്. പക്ഷെ അവിടെ അവസാനിപ്പിക്കരുത്. നമ്മളും പ്രവർത്തിക്കണം, നമ്മളും പണിയെടുക്കണം, ജീവിതത്തിൽ മാറ്റം വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ
ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, യതീലു സഫറ യമുദ്ദു യദഹു ഇലസ്സമാ, അവൻ യഖൂലു യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്. ചില ആളുകൾ അല്ലാഹുവോട് ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്, പടച്ചവനെ റബ്ബേ റബ്ബേ. അവർക്ക് ഉത്തരം കിട്ടുന്നില്ല. എന്തേ ഉത്തരം കിട്ടാതിരിക്കാൻ കാരണം? റസൂൽ പറയുന്നു, മത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം. അവൻ കഴിക്കുന്നത് ഹറാമാണ്, അവന്റെ വസ്ത്രം ഹറാമാണ്, അവൻ കുടിക്കുന്നത് ഹറാമാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഫഅന്നാ ഇസ്തജാബ്. പിന്നെ എങ്ങനെയാണ് ഉത്തരം കിട്ടുക? അവന്റെ ദുആ എങ്ങനെയാണ് അല്ലാഹു സ്വീകരിക്കുക? അവൻ കഴിക്കുന്നത് ഹറാമല്ലേ, അവൻ ധരിച്ചത് ഹറാമല്ലേ, അവൻ വസ്ത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഹറാമായ വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്, അവൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അല്ലേ പൂർവികരൊക്കെ നോക്കും നിങ്ങൾ. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, കണ്ണിയത്ത് ഉസ്താദിനെ ക്ഷണിക്കാൻ വേണ്ടി ഒരാൾ വന്നെത്തി. തന്റെ വീടിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി, വീടിരിക്കലിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി, കണ്ണിയത്ത് ഉസ്താദിനെ ക്ഷണിക്കാൻ വേണ്ടി ഒരാൾ വന്നു. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് എത്തിണ്ട് പറഞ്ഞു, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ പോയിക്കോ, ഞാൻ ദുആ ചെയ്യാം. അദ്ദേഹം പറഞ്ഞു, അല്ല ഉസ്താദ്, നിങ്ങൾ വരണം, എന്റെ ആഗ്രഹമാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അപ്പോഴും പറഞ്ഞു, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, നീ പോയിക്കോ, ഞാൻ ദുആ ചെയ്യാം. അപ്പോഴും കണ്ണിയത്ത് ഉസ്താദിനോട് വീണ്ടും പറഞ്ഞു, കണ്ണിയത്ത് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ അങ്ങ് വരണം. ആ സമയത്ത് കണ്ണിയത്ത് ഉസ്താദ് ചെയ്ത് തന്റെ ഷർട്ട് അങ്ങ് പൊന്തിച്ചു. ഷർട്ട് പൊന്തിച്ചിട്ട് വയറ് കാണിച്ചിട്ട് പറഞ്ഞു, കണ്ണിയത്ത് അഹമ്മദിന്റെ വയറ്റിലേക്ക് അറിഞ്ഞുകൊണ്ട് ഇന്നേവരേക്കും ഒരു ഹറാമും കടന്നിട്ടില്ല. നിന്റെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണവും നിന്റെ വീടും പൂർണ്ണമായിട്ട് ഹലാലാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? എങ്കിൽ ഞാൻ വരാം. അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് ദുആ ചെയ്താൽ മതി, ഞാൻ പോയിക്കോളാം. നിങ്ങൾ ആലോചിച്ചു. അതുകൊണ്ടാ കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടിയത്. കണ്ണിയത്ത് ഉസ്താദ് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടിയിരുന്നു. കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിൽ സമ്മേളനം നടക്കുമ്പോ, സമസ്തയുടെ സമ്മേളനം നടക്കുമ്പോ ആളുകൾ നേരത്തെത്തുന്ന എന്തിന്? കണ്ണിയത്ത് ഉസ്താദിന്റെ ആ കരഞ്ഞുകൊണ്ടുള്ള ദുആ എന്ന് കേൾക്കാൻ, അതിന് നാമീം പറയാൻ. എന്തേ? അവിടുത്തെ ജീവിതം വിശുദ്ധിയുടെ ജീവിതമായിരുന്നു. അൽഹംദുലില്ലാഹ്, സാന്ദർഭികമായിട്ട് ഞാൻ പറയുന്നു, ആ കണ്ണിയത്ത് ഉസ്താദ് നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്ത് ഉലമ എന്ന് പറയുന്നത്. ആ കണ്ണിയത്ത് ഉസ്താദിന്റെ ദുആക്ക് ആരെങ്കിലും, കണ്ണിയത്ത് ഉസ്താദിന്റെ കേടായ പ്രാർത്ഥനയ്ക്ക് ആരെങ്കിലും ഇരയായിട്ടുണ്ടെങ്കിൽ അവരും പേടിക്കേണ്ടിയിരിക്കുന്നു. കണ്ണിയത്ത് ഉസ്താദ് ചില ആളുകൾക്ക് ദുആ ചെയ്തിട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഞാനത് ഇന്ന് പറയുന്നില്ല, നാളെ നമുക്കത് പറയാം. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ജീവിത വിശുദ്ധി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എങ്കിലേ നമ്മുടെ ദുആകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ, എങ്കിലേ നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അല്ലാതെ കുറെ ദുആ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫഅന്നാ ഇസ്തജാബ്. എങ്ങനെയാണ് അവർക്ക് ഉത്തരം നൽകപ്പെടുക? എങ്ങനെയാണ് ഉത്തരം സ്വീകരിക്കപ്പെടുക? അവന്റെ ദുആ സ്വീകരിക്കപ്പെടുക? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പൂർവികർ എത്ര സൂക്ഷ്മത പാലിച്ചിരുന്നു കണ്ടില്ലേ നിങ്ങൾ? ദിവസം ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പള്ളിയിൽ എപ്പോഴും ജമാഅത്തിന് വരാറുള്ള അബൂ ദുജാന റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞപ്പോൾ എണീറ്റു പോവുകയാണ്. ദുആക്കിരിക്കുന്നില്ല, ദിക്റുകൾ ചൊല്ലുന്നില്ല, സ്വലാത്തുകൾ ചൊല്ലുന്നില്ല, ദുആ ചെയ്യുന്നില്ല. ഇതൊക്കെ സാന്ദർഭികമായിട്ട് ഞാൻ പറയുന്നു, ദിക്റുകൾ ചെല്ലണം. നിസ്കാരങ്ങൾ എണീറ്റോടുന്ന രീതി അവസാനിപ്പിക്കണം. തിരക്കുകൾ കൊണ്ടായിരിക്കാം, പക്ഷേ പോകരുത്. അവിടെ നിന്ന് ഇരിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണം, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കണം, തസ്ബീഹുകളും തക്ബീറുകളും തഹ്ലീലുകളും അതൊക്കെ അധികരിപ്പിക്കണം. നിസ്കാരം കഴിഞ്ഞിട്ട് എണീറ്റോടുന്നൊരു സ്വഭാവം ഉണ്ടാവരുത്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു ദുആക്കിരിക്കാതെ എണീറ്റു പോവുകയാണ്. ഒരു ദിവസം കണ്ടോ, പിറ്റേ ദിവസം സുബഹിക്ക് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ദുജാനയെ അടുത്തേക്ക് വിളിക്കുകയാണ്. ചോദിക്കുന്നു, അബൂ ദുജാന, എന്തുകൊണ്ടാണ് അങ്ങ് ദുആക്കിരിക്കാത്ത, ദിക്റുകൾ ചെല്ലാത്തത്? അല്ലാഹുവിനോടൊന്നും ചോദിക്കാറില്ലേ അബൂ ദുജാന? റബ്ബിനോടൊന്നും ചോദിക്കാറില്ലേ? എന്തേ അങ്ങ് എണീറ്റോടിപ്പോകുന്നത്? അബൂ ദുജാന റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. കണ്ണിലൂടെ വെള്ളം ഒഴുകുകയാണ്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നില്ല, കരയുകയാണെന്ന്. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ചോദിച്ചു, എന്തേ അബൂ ദുജാന ദുആക്കിരിക്കാത്തത്? എന്തേ ദിക്റുകൾ ചെല്ലാത്തത്? എന്തേ അങ്ങ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്? അബൂ ദുജാന റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയേ, ഇന്നലെ രാത്രി ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ
എന്റെ മക്കളൊക്കെ പട്ടിണി പാവങ്ങളാണ് നബിയേ. ദിവസങ്ങളോളമായി അവർക്ക് ഭക്ഷണമില്ല, കഴിക്കാൻ ഒന്നുമില്ല നബിയേ. അവർ വിശപ്പൊന്നു മാറ്റിക്കൊടുക്കാൻ സാധുവായ ബോധജാനന്റെ കയ്യിലൊന്നുമില്ല. എന്റെ പാവപ്പെട്ട കുട്ടികൾ കഴിക്കാനൊന്നുമില്ല. ദിവസങ്ങളോളമായി അവർ പട്ടിണി പാവങ്ങളാണ്. അൽഹംദുലില്ലാ, നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. നമ്മളൊക്കെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ്. ഇന്നലെ അവിടെ വന്നപ്പോ സുബ്ഹാനല്ലാഹ്, ഇവിടുത്തെ ആളുകൾ ഭക്ഷണങ്ങളെ കൊണ്ട് വന്നിട്ടില്ല. ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ്, എല്ലാം ഒന്ന് തൊട്ടു നോക്കിയാൽ തന്നെ വയറ് നിറഞ്ഞു. നമ്മുടെയൊക്കെ സുഖം എത്രയാണ്. നമ്മളൊക്കെ എത്ര ശുക്ർ ചെയ്താലും, അള്ളാഹുവിനേക്ക് എത്ര നന്ദി ചെയ്താലും, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോടുള്ള കടപ്പാട് വിട്ടവരായി തീരുകയില്ല. നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? നമ്മുടെയൊക്കെ ഭക്ഷണങ്ങൾ എത്രയാണ്? അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലൊക്കെ ഭക്ഷണത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ആയിഷ റളിയല്ലാഹു പറയാണ്, വീട്ടിൽ തുടർച്ചയായി 3 ദിവസം ഞങ്ങളെ വീട്ടിൽ അടുപ്പത്തൊന്നും വേവിച്ചിട്ടില്ല, തീയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഞാനിത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ അവർ പറയും, അല്ലെങ്കിൽ നമ്മളെ സഹോദരിമാർ പറയും, ഞങ്ങളെ വീട്ടിലും അങ്ങനെ തന്നെയാണ്, 3 ഒരാഴ്ചയായിട്ട് അടുപ്പത്തൊന്നും വേവിച്ചിട്ടില്ല, ഒക്കെ ഫാസ്റ്റ് ഫുഡാണ്, പാർസലാണ്, കൊണ്ടുവരികയാണ്. ശരിയായിരിക്കാം. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അങ്ങനെയല്ല. പിന്നെയോ ഒന്നും വേവിക്കാനില്ല. ആയിഷ റളിയല്ലാഹു ചോദിച്ചു, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ആയിഷ റളിയല്ലാഹു പറയുന്ന ലസ്വദാൻ, 2 കറുത്ത വസ്തുക്കൾ, ഉണങ്ങിയ കാരക്കയും പച്ചവെള്ളം കുടിച്ചിട്ടാണ് അധിക ദിവസവും ഞങ്ങൾ ജീവിച്ചിരുന്നത്. നോമ്പ് തുറക്കുമ്പോ സുന്നത്താണ് കാരക്ക കഴിക്കലെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അതിൽ ചീളെടുത്തിരുന്ന് കഴിക്കാം, സുന്നത്തിട്ടാൻ വേണ്ടിട്ട്. ഒന്നും മുഴുക്കി കഴിക്കില്ല. കാരണം എന്താ? ഉണങ്ങിയ കാരക്ക കഴിക്കാനുള്ള മടിയുണ്ട്. ഇവരുടെ ജീവിതത്തിൽ അധിക ദിവസത്തെ ഭക്ഷണം ഏതാ? ഉണങ്ങിയ കാരക്കയും പച്ചവെള്ളവും. അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, ദിവസങ്ങളോളമായി എന്റെ മക്കള് പട്ടിണിയിലാണ്, അവർ കഴിക്കാനൊന്നുമില്ല നബിയേ. ഇന്നലെ ഞാൻ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ എന്റെ വീടിന്റെ തൊട്ടടുത്തുനിന്നൊരു മരം എന്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു ഈത്തപ്പന മരമാണ്. ആ ഈത്തപ്പഴങ്ങൾ എന്റെ വീടിന്റെ മുറ്റത്തേക്ക് വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പ്രിയപ്പെട്ട മക്കൾ നേരം വെളുക്കുമ്പോൾ അത് കാണുമ്പോൾ ഓടിച്ചെല്ലുന്ന നബിയേ, 8 തിരിയാത്ത പിഞ്ചോമന മക്കൾ ആരുടെ മുതലാണെന്ന് നോക്കുന്നില്ല, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട്. ഇന്നലെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ എന്റെ പൊന്നോമനവന്റെ ഈത്തപ്പഴമെടുത്ത് വായിലേക്ക് തിരിക്കുന്ന നബിയേ, ഞാൻ അവന്റെ കഴുത്തിൽ പിടിച്ചു, ചങ്കിൽ പിടിച്ചവനെ കാർക്കിച്ചു, ഛർദ്ദിപ്പിച്ചു നബിയേ. എന്റെ പ്രിയപ്പെട്ട മകൻ പൊട്ടിക്കരഞ്ഞുപോയി, അവൻ തുപ്പിക്കളഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂലേ, ആ കുട്ടി വാവിട്ട് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞുപ്പാ, എനിക്ക് വിശക്കുന്നുണ്ടുപ്പാ, കഴിക്കാൻ വല്ലതും തരുമോപ്പാ. ആ മോൻ ചോദിക്കുമ്പോൾ കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല യാ റസൂലല്ലാഹ്. ആ ഈത്തപ്പന മരമാണെങ്കിലോ അതൊരു മജൂസിയുടേതാണ്, ഒരു തീയാരാധകന്റേതാണ്. അദ്ദേഹം പൊരുത്തപ്പെട്ടു തരാൻ സന്നദ്ധനുമല്ല നബിയേ. ഇന്നും ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റുകളിലും ദുആയിലും പങ്കെടുത്ത് സാവധാനം വീട്ടിലേക്ക് ചെന്നാൽ എന്റെ പ്രിയപ്പെട്ടത് കാണുമ്പോൾ അവരെടുത്ത് കഴിക്കല്ല നബിയേ, എന്റെ മക്കളെ വയറ്റിലേക്ക് ഹറാമ് ചെല്ലില്ല നബിയേ. അത് പേടിച്ചുകൊണ്ടാണ് ഞാൻ ഓടുന്നത്. വാക്കിരിക്കാത്തത്, ദിക്റിലിരിക്കാത്തത് യാ റസൂലല്ലാഹ്. ഇത് പറഞ്ഞ അബൂ ദുജാന റളിയല്ലാഹു കരഞ്ഞപ്പോ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുപോയി. നിങ്ങൾ ആലോചിച്ചു, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അപ്പോഴാണ് ഇതിന്റെ അവസ്ഥ മനസ്സിലാകുക. ചരിത്രം കേൾക്കുമ്പോ അത് അവിടെയല്ലേ, ചിന്തിക്കുമ്പോൾ അതിന് വിഷമം മനസ്സിലാവില്ല. നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോ നമ്മളെ പ്രിയപ്പെട്ട മക്കൾക്കൊരു നേരം കഴിക്കാൻ ഭക്ഷണമില്ലാത്തൊരവസ്ഥ ചിന്തിച്ചു നോക്കുന്നത്. ആ ഘട്ടത്തിലാണ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞ, നബിയെ, ഞാൻ ഓടിപ്പോകാൻ കാരണം ഇത് കേട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുപോയി, സഹാബത്തും കരഞ്ഞുപോയി. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സഹാബ, ആരുണ്ട് അബൂ ദുജാനക്ക് ആ മരം വാങ്ങിക്കൊടുക്കാൻ? ആ മജൂസിയുടെ വീട്ടിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പന മരം ഒന്ന് വാങ്ങിക്കൊടുക്കാൻ ആരാണ് സന്നദ്ധർ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചാടിയെണീറ്റ് പറഞ്ഞു, നബിയെ, ഞാൻ വാങ്ങിക്കൊടുക്കാം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും സഹാബത്തും ആ മജൂസിയുടെ വീട്ടിലേക്ക് പോകുകയാണ്. അവനോട് കച്ചവടമാക്കി. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സ്വർഗത്തിൽ 10 ഈത്തപ്പന മരം തരാം, നീ ഇത് പകരത്തിന് ഇത് തരുമോ?
അദ്ദേഹം പറഞ്ഞു, സ്വർഗത്തിലെ കച്ചവടം ഞാനല്ല, ദുന്യാവിലല്ല കച്ചവടം ഉണ്ടെങ്കിൽ പറയും. സ്വർഗത്തിലെ കച്ചവടത്തിനും തരില്ല, ഞാനതിൽ വിശ്വസിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എങ്കിൽ മദീനത്തെ നീ ഏറ്റവും ആഗ്രഹിക്കുന്ന മദീനത്തെ ഏറ്റവും നല്ല തോട്ടത്തിന് 10 ഈത്തപ്പനമരം തരാം, അതിന് പകരം തരുമോ? അദ്ദേഹം പറഞ്ഞു, റെഡി, ഞാൻ തരാം. മദീനയിലെ ഏറ്റവും നല്ല 10 ഈത്തപ്പനമരത്തിന് പകരമായിട്ട് അദ്ദേഹം കച്ചവടം നോക്കുകയാണ്. എന്നിട്ട് അബൂദുജാനോട് പറഞ്ഞു, അബൂദുജാന, എന്റെ മക്കൾക്ക് സുഖമായി കൊടുക്കൂ, അവർ കഴിക്കട്ടെ. ഈ മജൂസി വീട്ടിൽ പോയി ഭാര്യയോട് പറഞ്ഞു, മോളെ, ഇന്ന് നല്ലൊരു കച്ചവടം നടന്നിട്ടുണ്ട്. എന്താ? നമ്മളെ വീട്ടിൽ, നമ്മളെ പറമ്പിൽ, നമ്മളെ മുറ്റത്തുള്ള ഈത്തപ്പനമരമാണ് കച്ചവടമാക്കിക്കുന്നത്. രാത്രി ഇവര് കടന്നിറങ്ങുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാം, അവർക്കൊന്നും കിട്ടില്ല. നമുക്കാണെങ്കിലോ 10 ഈത്തപ്പനമരം വേറെയും കിട്ടിയിട്ടുണ്ട്. 2 ലാഭമാണ് നമുക്ക്. പക്ഷേ ചരിത്രത്തിൽ കാണാം, ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നു, മുഅ്ജിസത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തുനബിയുടെ മുഅ്ജിസത്തായിക്കൊണ്ട് ചരിത്രം രേഖപ്പെടുത്തുന്നു, അന്ന് രാത്രി ഈ ഈത്തപ്പനമരം അബൂദുജാനിന്റെ മുറ്റത്തേക്ക് മാറുകയാണ്. ഇതെങ്ങനെയാണ്? അള്ളാഹു കൊടുക്കുന്നൊരു കഴിവാണ്. മജൂസിയുടെ വീടിന്റെ മുറ്റത്തുണ്ടായിരുന്ന ഈത്തപ്പനമരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയുടെ ബർക്കത്ത് എന്നോണം അബൂദുജാനയുടെ മുറ്റത്തേക്ക് മാറുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, വളരെ കട്ടപ്പാടിന്റെ സമയത്ത് പോലും, വളരെ പ്രയാസത്തിന്റെ സമയത്ത് പോലും അബൂദുജാൻ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മക്കളിലേക്ക് ഹറാമായി ഒന്ന് കടന്നെല്ലാം സമ്മതിച്ചില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. ജീവിതത്തിൽ വിശുദ്ധി കൈവരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ അള്ളാഹുവിന്റെ കൂടെ നിന്നാൽ, അള്ളാഹുവിനെ പേടിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും അള്ളാഹുവിനെ പേടിച്ചു കഴിഞ്ഞാൽ അവന്റെ ഏത് പ്രയാസം വരുമ്പോഴും നമ്മെ സഹായിക്കാൻ നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ടാകും. അപ്പൊ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ പേടിക്കുക. നോക്കൂ, നിങ്ങൾ പൂർവികർക്ക് എത്ര പേടിച്ചു. സയ്യിദുന അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹു നാട്ടിൽ ഒരു ആട് നഷ്ടപ്പെട്ടു പോയി. ഒരു വീട്ടിലെ ആടിനെ കാണാതെയായി. ആരാണ് ആടിനെ കൊണ്ടുപോയെന്നറിയില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹു വർഷങ്ങളോളം ആട്ടിറച്ചി കഴിച്ചില്ല. എന്താ പറഞ്ഞത്? അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹു നാട്ടിൽ ഒരാട് നഷ്ടപ്പെട്ടു പോയി. ആ ആട് ആരുടേതാണ് തിരിച്ചറിഞ്ഞില്ല, എവിടെയാണെന്നറിഞ്ഞില്ല. ആ കാരണം കൊണ്ട് അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഒരു ആട് എത്ര വർഷം ജീവിച്ചിരിക്കും? ആരോ പറഞ്ഞു, ഇത്ര വർഷം ജീവിച്ചിരിക്കും. അത്ര വർഷക്കാലം അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹു പിന്നെ ആട്ടിറച്ചി കഴിച്ചില്ല. കാരണം ഈ ആടെങ്ങാനും ആ നഷ്ടപ്പെട്ടു പോയ ആടായിരിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹു ആട്ടിറച്ചി കഴിച്ചിരുന്നില്ല. എന്നിട്ടും ഇത്രയും സൂക്ഷ്മത പാലിച്ചിട്ടും അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹുവിനൊക്കെ പേടി എന്തായിരുന്നു? അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹുവിനൊക്കെ പേടി എന്തായിരുന്നു? നോക്കൂ, നിങ്ങൾ ചരിത്രത്തിൽ കാണാം, മഹത്തുക്കളായ പണ്ഡിതന്മാർ അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പഠിക്കുന്നവരെ രേഖപ്പെടുത്തുന്ന കാണാൻ സാധിക്കും. മഹാനായ യഹ്യ ബിൻ റഹീമുല്ലാഹ് പറയുകയാണ്, ഉല്ലമാ അത്തൈതു മസ്ജിദ അബീ ഹനീഫ, ഞാൻ അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹു സുജൂദ് ചെയ്യുന്ന നിസ്കരിക്കുന്ന പള്ളിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ, ഞാൻ എപ്പോഴൊക്കെ ചെന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ രാത്രിയുടെ യാമങ്ങളിൽ എല്ലാവരും കിടന്നിറങ്ങുമ്പോ ഞാൻ അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് ചെന്ന് നോക്കുമ്പോ അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹു സുജൂദിൽ കിടന്നുകൊണ്ട് കരയുകയാണ്. കരഞ്ഞ് കരഞ്ഞ് കണ്ണിലൂടെ വെള്ളം ഒഴുകുന്നു. ഏതുപോലെ? കഅന്നഹു യുംതിറു സഖഫ്, ആകാശത്തുനിന്ന് മഴത്തുള്ളികൾ വീഴുന്നത് പോലെ, ആകാശത്തുനിന്ന് മഴത്തുള്ളികൾ വീഴുന്നത് പോലെ അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലൂടെ വെള്ളം ചാലിട്ടൊടുകയാണ്. പരലോകത്തെക്കുറിച്ച് ആലോചിച്ച് അള്ളാഹിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹു രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കില്ല. എത്രത്തോളം ചരിത്രം രേഖപ്പെടുന്നു നോക്കും നിങ്ങൾ. കാന സല്ല അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹു സലാത്തുൽ ഫജ്ർ ബിവുളൂഇൽ ഇശാ 40 സലാ, 40 വർഷക്കാലം അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹു ഇശാഖുണ്ടാക്കി അതേ ഉളു കൊണ്ട് സുബഹി നിസ്കരിച്ചു എന്നാണ്. ഇശാഖുണ്ടാക്കി ഉളു കൊണ്ട് സുബഹി നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ നമ്മൾ പലരും ഞാനും അങ്ങനെ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ടാവും. എങ്ങനെ? രാത്രി നേരത്തെ കടന്നിറങ്ങും, എന്നിട്ട് സുബഹിന് കുറച്ചു മുന്നണിക്കും, ഇശാ നിസ്കരിക്കും, സുബഹി നിസ്കരിക്കും, പിന്നെയും കടന്നിറങ്ങും. അപ്പൊ ഇശാഖുണ്ടാക്കിയതുകൊണ്ട് സുബഹി നിസ്കരിച്ചെന്ന് പറയാം. അങ്ങനെയല്ലത്. രാത്രി ഇശാഇന്റെ സമയത്ത് ഇശാ നിസ്കരിക്കുന്നു, പിന്നുറക്കമില്ല. കാന അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹു സ്വലാത്തുൽ ഫജ്ർ, സുബഹി നിസ്കാരം നിസ്കരിക്കുന്നു. ബിവുളൂഇൽ ഇശാഇ 40 സന,
40 വർഷം ഇശാഖുണ്ടാക്കിയതുകൊണ്ട് സുബ്ഹി നിസ്കരിക്കുന്നു. വആമത്തു ലൈലിഹി ബിഖിറാഅത്തിൽ ഖുർആനി ഫിസ്സലാ വകാന യസ്മഉ ബുകാഉഹു മിനൽ ലൈൽ ഹത്താ യർഹമുഹു ജീറാനുഹു. രാത്രിയിൽ നിസ്കരിച്ച് അർദ്ധരാത്രിയാകുമ്പോ അബൂ ഹനീഫ പൊട്ടിക്കരഞ്ഞു പോകും. അബൂ ഹനീഫ കരച്ചിൽ കേട്ടിട്ട് പരിസരവാസികൾ കൂടെ പോകാറുണ്ട്. അവരൊക്കെ പറഞ്ഞു പോകാറുണ്ട്, അബൂ ഹനീഫയ്ക്ക് എന്ത് തെറ്റിപ്പോയി. ആ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എത്രത്തോളം ജീവിതത്തിൽ വിശുദ്ധി കൈവരിച്ച ആ മഹാനാണ്. രാത്രിയുടെ യാമങ്ങൾ കരയുന്നു, അല്ലാഹ് അല്ലാഹ് എന്നൊരു ചിന്ത. അവരുടെയൊക്കെ ജീവിത വിശുദ്ധി നോക്കും നിങ്ങൾ. അവരൊക്കെ അള്ളാഹുവിനെ എത്രത്തോളം പേടിച്ചു നോക്കും നിങ്ങൾ. ഇങ്ങനെ കഴിഞ്ഞുപോയ ഓരോ മഹത്വങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ അവരുടെയൊക്കെ ജീവിത വിശുദ്ധി എന്തായിരുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ ഒരു മഹദിയെക്കുറിച്ച്. ആരാണത്? ബിശ്റുൽ ആഫി എന്ന് പറയുന്ന ലോക പ്രശസ്ത വലിയുണ്ട്. ആ മഹാനായ വലിയന്റെ സഹോദരി, അവരുടെയൊക്കെ ജീവിത വിശുദ്ധികൾ എന്തായിരുന്നു? ചരിത്രത്തിൽ കാണാം, ജാഅത്ത് ഉഖ്ത് ബിശ്റുൽ ആഫി, ബിശ്റുൽ ആഫിയുടെ സഹോദരി വരികയാണ്. ഇലാ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വരികയാണ്. ഈ മഹദിക്ക് എന്താ പണി? വീട്ടിലിരുന്നു കൊണ്ട് വസ്ത്രങ്ങൾ നെയ്യുന്ന പണിയാണ്, വസ്ത്രങ്ങൾ തുന്നുന്ന പണിയാണ്. പക്ഷേ അവരെ വീട്ടിൽ സാമ്പത്തികമായി വളരെ പ്രയാസമുള്ളതുകൊണ്ട് വിളക്ക് കത്തിക്കാൻ, മണ്ണെണ്ണ വാങ്ങാൻ, ടോർച്ചുണ്ടാക്കാനൊന്നും സാമ്പത്തികമായി കൊണ്ട് കഴിവുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാ തുന്നിയിരുന്നത്? വഴിയോരത്തിലുള്ള ആളുകൾ ടോർച്ച് കത്തിച്ചു പോകുമ്പോ, വിളക്ക് കത്തിച്ചു പോകുമ്പോ ആ വെളിച്ചത്തുനിന്നാ തുന്നിയിരുന്നത്. പക്ഷേ അവരുടെ മനസ്സിൽ സംശയം വരികയാണ്, മറ്റൊരുത്തൻ നടന്നു പോകുമ്പോഴുണ്ടാകുന്ന വെളിച്ചത്തിൽ തുന്നുന്നത് അത് ഹലാലാണോ? തന്റെ വീടിന്റെ മുന്നിലൂടെ ആളുകൾ വിളക്കെത്തിച്ചു പോകുമ്പോൾ പഴയകാലത്ത് പന്തം കൊളുത്തിപ്പോകലാണല്ലോ, ആ വെളിച്ചത്തിലാണ് വസ്ത്രം തുന്നിയിരുന്നത്. ഈ മഹദിക്ക് പേടിയായി. മഹദി വരികയാണ് അടുക്കലേക്ക്, ഇമാം അഹ്മദ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക്. ലോകമഹാപണ്ഡിതനായ ഇമാം അഹ്മദ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വരികയാണ്. എന്തുകൊണ്ട് ചോദിക്കുന്നു? എന്താ ചോദിക്കുന്നത്? ഞാനിങ്ങനെ തുന്നുന്ന ഞങ്ങളെ വീട്ടിൽ വെച്ചുകൊണ്ട്, വീട്ടിന്റെ താഴ്വരകൾ വെച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ വിളക്കത്തിരുന്നു കൊണ്ട് തുന്നിപ്പോകാറുണ്ട്. ഞങ്ങളുടെ വെളിച്ചമല്ല മറ്റുള്ളവരുടെ വെളിച്ചമാണ്, ഹലാലാണോ? ജീവിതത്തിൽ വിശുദ്ധി നോക്കും നിങ്ങൾ, സൂക്ഷ്മത നോക്കും. ഇത് കേട്ടപ്പോൾ ഇമാം അഹ്മദ് റളിയല്ലാഹു കരഞ്ഞുപോയി. ഇമാം അഹ്മദ് റളിയല്ലാഹു ചോദിച്ചു, മൻ അൻതി ആഫാക്കില്ല, നിങ്ങൾ ആരാണ്? നിങ്ങൾ എവിടുത്തെ സഹോദരിയാണ്? ആ മഹദി പറഞ്ഞു, അന ഉഖ്തു ബിശ്റുൽ ആഫി, ഞാൻ ബിശ്റുൽ ആഫിയുടെ സഹോദരിയാണ്. അഹ്മദ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മിൻ ബൈതികും യഖ്റുജുൽ വറഉ സ്വാദിഖ്, യഥാർത്ഥ സൂക്ഷ്മത നിങ്ങളെ വീട്ടിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. നിങ്ങൾ ബിശ്റുൽ ആഫിയുടെ സഹോദരിയല്ലേ, അതുകൊണ്ട് നിങ്ങൾക്കിത് ഹലാലല്ല, നിങ്ങൾ അവിടെ തുന്നണ്ട. എവിടെ? ബിശ്റുൽ ആഫിയുടെ സഹോദരി ഒരാളെയും വിളക്ക് തട്ടിപ്പറിച്ചിട്ടില്ല, ഒരാളെയും വെളിച്ചം തട്ടിപ്പറിച്ചിട്ടില്ല, അപഹരിച്ചെടുത്തിട്ടില്ല, പൊരുത്തമില്ലാതെ എടുത്തിട്ടില്ല. പിന്നെയോ ആ വഴിക്കാരെങ്കിലും കടന്നു പോകുമ്പോ അവരെ വെളിച്ചത്തിൽ തുന്നുന്നു, അതുപോലും വേണ്ട എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. എത്ര സൂക്ഷ്മതയാണ് അവരൊക്കെ പാലിച്ചത്, എത്ര വിശുദ്ധിയാണ് അവരെ കൈവരിച്ചത്. എന്തായിരുന്നു അവരുടെയൊക്കെ ജീവിത വിശുദ്ധികൾ? ഇങ്ങനെ കഴിഞ്ഞുപോയ ഓരോ ഇമാമിയങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, ഓരോ മഹത്തുക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ജീവിത വിശുദ്ധി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവരൊക്കെ അള്ളാഹുവിനോട് പറയുമ്പോഴേക്ക് അള്ളാഹു സ്വീകരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടായിട്ടില്ല, അവരുടെ ജീവിതത്തിൽ പേടിക്കേണ്ടൊന്നുണ്ടായിട്ടില്ല. പക്ഷേ ഈ ജീവിത വിശുദ്ധി ഉണ്ടാകുക എന്നുള്ള വല്ലാത്ത പ്രയാസമുള്ള കാര്യമാണ്. ആൾക്കാരെ മുന്നിലൊക്കെ വലിയ വയലു പറയാൻ സുഖമാണ്. പക്ഷേ ഒഴിഞ്ഞിരിക്കുമ്പോൾ ജീവിതത്തിൽ വിശുദ്ധി കൈവരിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, അശദ്ദുൽ അഅമാലി സലാസ, പ്രവർത്തനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങൾ 3 ഏതൊക്കെയാണ്? അൽ ജൂദ് ഫിൽ കില്ല, സമ്പത്തൊന്നും ഇല്ലാത്ത സമയത്ത്, സാമ്പത്തിക മാന്യം നേരിടുന്ന സമയത്ത് ധർമ്മം കൊടുക്കുക. അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. കയ്യിൽ നല്ല ഉണ്ടാകുമ്പോൾ പക്ഷെ കൊടുത്തേക്കാം. കുറച്ച് പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇവിടെ കുറച്ച് പ്രയാസങ്ങൾ വരുന്നുണ്ട്, ഗവൺമെന്റ് സബ്സിഡി ഒക്കെ എടുത്തു പോകാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുമ്പോഴേക്ക് പിന്നെ നമ്മൾ എടുത്തു വെക്കാൻ തുടങ്ങും. ആരെങ്കിലും ചോദിച്ചാൽ അതിപ്പോ കഴിയില്ലട്ടോ, ഭയങ്കര സാമ്പത്തിക മാന്യമാണ്. സാമ്പത്തിക മാന്യമുള്ള സമയത്ത് കൊടുക്കാൻ കഴിയുക എന്നുള്ള പ്രയാസമുള്ള കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ, രണ്ടാമത്തെന്താ? വകലിമത്തുൽ ഹഖ് ഇൻദ മൻ യുഖാഫു മിൻഹു ഉജാ. ഒരാളെ നമ്മൾ പേടിക്കുന്നുണ്ടെങ്കിൽ പേടിക്കുന്നവന്റെ മുമ്പിൽ ഹക്ക് പറയാൻ കഴിയുക എന്നുള്ള പ്രയാസമുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ ഒരാളെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുമ്പോ അയാളോട് സത്യം പറയാന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. അയാൾക്ക് വല്ലതും കിട്ടും,
സത്യം പറയാൻ തരൂല, എന്നവനെ കളവ് പറയാ. അവിടെ സത്യം പറയാന്നുള്ള പ്രയാസമുള്ള കാര്യമാണ്. മൂന്നാമത്തേതാം നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, ആരുമില്ലാത്ത സമയത്ത്, വീടിന്റെ ഉള്ളിൽ വാതിലൊക്കെ പൂട്ടിയിരിക്കുന്ന സമയം, ആരുമില്ല, ആ സമയത്ത് ലാപ്ടോപ്പ് തുറന്നു വെക്കുന്നു, ടാബ് തുറന്നു വെക്കുന്നു, മൊബൈൽ തുറന്നു വെക്കുന്നു, അതിലുള്ള അനാവശ്യമായ കാര്യങ്ങൾ കാണുന്നു, കേൾക്കുന്നു. നമുക്കൊരു പേടിയില്ല. താളെ മുന്നിലാണെങ്കിൽ നമ്മൾ തുറക്കാൻ മടിക്കും. കാരണം മറ്റാൾ കാണൂലേ, മറ്റാൾ കേൾക്കൂലേ, ആ ഒരു മടി കൊണ്ടൊരു പക്ഷേ നമ്മൾ നോക്കില്ല, അതിലേക്കൊന്നും നോക്കില്ല. പക്ഷേ ആരുമില്ലാത്ത സമയങ്ങളിൽ ഹറാമിലേക്ക് പോകുന്നു. ആ സമയത്ത് ഹറാമെന്ന് അകന്നു നിൽക്കുക എന്നുള്ളത് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. അഷദ്ദുൽ അഅ്മാൽ, അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും പ്രയാസം. അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന വിഷയം, അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക, അള്ളാഹ് എന്നുള്ള ചിന്ത അധികരിപ്പിക്കുക. അത് അധികരിപ്പിക്കാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് അള്ളാഹ് എന്നുള്ള ദിക്റുകൾ ധാരാളം ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ നല്ല ചൊല്ലുക. ജീവിതത്തിൽ ദിക്റുകൾ നല്ല പതിവാക്കണം, ദിക്റുകൾ നല്ല പതിവാക്കണം. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അക്സുറൂ, നിങ്ങൾ അധികരിപ്പിക്കണം. നിങ്ങൾ എന്തധികരിപ്പിക്കണം? ദിക്റുകൾ അധികരിപ്പിക്കണം. വദാകിരീനല്ലാഹ കസീറാ വദാകിറാതി കസീറാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുക, അള്ളാഹുവിനെ നല്ലവണ്ണം ഓർക്കുക. ഏത് സമയത്തും എന്ത് കൊടുക്കുമ്പോഴും എന്ത് പറയുമ്പോഴും അല്ലാഹ് അല്ലാഹ് ഈ ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എവിടെയും പേടിക്കേണ്ടതില്ല, എവിടെയും നമ്മൾ പേടിക്കേണ്ടതില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. നമ്മുടെ പരിപാടിക്ക് സാമ്പത്തികമായിട്ട് വലിയ പ്രയാസങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം. നിങ്ങളൊക്കെ അകമൊഴിഞ്ഞ് സഹായിക്കണം. ബക്കറ്റ് കൊടുത്തുവിടുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു സംഖ്യ, ഇത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അവിടെ പരിപാടി നടത്തുമ്പോൾ നല്ലൊരു ബാധ്യത ഉണ്ടാവും, നമുക്കറിയാം. നമ്മൾ തന്നെ നടത്തേണ്ട ആൾക്കാരെ, നമ്മൾ തന്നെയാണ് ഇത് സംഘടിപ്പിക്കുന്നതും നമ്മൾ തന്നെയാണ് നടത്തുന്നതും. അപ്പൊ അതുകൊണ്ട് ബക്കറ്റ് നിങ്ങളുമായി കൊണ്ട് നമ്മളെ വിക്കായന്റെ പ്രവർത്തകന്മാർ വരുന്ന സമയത്ത് നല്ലൊരു സംഖ്യ, സാധാരണത്തെ പോലെ കാണാതെ, ഇതിന് വലിയ ചെലവുണ്ടെന്ന് മനസ്സിലാക്കി. മാത്രമല്ല, ഇത് ഇന്നത്തോടെ തീരുന്നൊരു പ്രോഗ്രാമല്ല, 3 മാസം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു സംരംഭമാണ് മനസ്സിലാക്കി നിങ്ങളൊക്കെ അകമൊഴി സഹായിക്കണം. ഇവിടെ ഇന്നലെ ഞങ്ങളും തങ്ങളിവിടെ വന്ന സമയത്ത്, തങ്ങളെ കൂടെ വന്നപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. എല്ലാ കാര്യത്തിനും ഏറെ താല്പര്യമുള്ള നല്ലവരായ ആളുകൾ, എന്തും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ആളുകൾ. ഇന്നലെ ഒരു പ്രോഗ്രാംപ്പെടുന്നത് 10-12 മണിയായിരിക്കും. ആ സമയത്തും ധാരാളം ആളുകൾ തടിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ നല്ല കാര്യങ്ങളോട് ഏറെ താല്പര്യം കാണിക്കുന്ന നല്ലവരായ ആളുകളൊരു പ്രദേശമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവെ പരിശുദ്ധമായ സദസ്സിലേക്ക് ആരൊക്കെ ഏതൊക്കെ നിരക്ക് സഹായിക്കുന്നുവോ അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അവരുടെ നല്ല ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങളൊക്കെ അകറ്റണേ അല്ലാ. രോഗങ്ങളൊക്കെ ശുഭയാക്കണേ അല്ലാ. കടങ്ങളൊക്കെ വീട്ടിക്കൊടുക്കണേ അല്ലാ. അവരുടെ നാട്ടിലും അവരുടെ കുടുംബത്തിലൊക്കെ സംതൃപ്തിയും സമാധാനവും ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണേ അല്ലാ. എല്ലാവരും അതിനുവേണ്ടി നമ്മൾ വാഴ്ന്നു പറഞ്ഞ സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ എല്ലാവരും സഹായിക്കുക. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന വിഷയം, അള്ളാഹുവിനെ ഓർക്കുമ്പോൾ, അള്ളാഹ് എന്നുള്ള ചിന്തയുമായി കൊണ്ട് കഴിഞ്ഞുകൊടുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സഹായിക്കാൻ അള്ളാഹു ഉണ്ടാകും. ദിക്റുകൾ ധാരാളം പതിവാക്കുക. ദിക്റൊക്കെ വല്ലാത്ത ഗുണം ചെയ്യുന്ന കാര്യമാണ്. കണ്ടില്ലേ നിങ്ങൾ സയ്യിദുന ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ ഓർത്ത് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചൊരു മഹാനായിരുന്നു ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. വലിയ മഹാപണ്ഡിതനുമായിരുന്നു. ചില ആളുകളൊക്കെ തെറ്റിദ്ധരിപ്പിക്കും പോലെ കുറച്ച് ഹദീസ് മാത്രം പഠിച്ചു പോയാൽ അങ്ങനൊന്നുമില്ല. ഷാഫി ഇമാമിനെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ ഷാഫി ഇമാം ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ വളരെയധികം സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകിയ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്ത മഹാനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. റസൂൽ പറഞ്ഞില്ല, തസ്ബു ഖുറൈശ ഫഇന്ന ആലിമഹാ യംലഉ തിബാഖൽ അർളി ഇൽമാ. നിങ്ങൾ ഖുറൈശികളെ ചീത്ത പറയരുത്, കാരണം ഖുറൈശികളിൽ പണ്ഡിതൻ വരാൻ പോകുന്നുണ്ട്. യംലഉ തിബാഖൽ അർളി ഇൽമാ. ആ പണ്ഡിതൻ ഭൂലോകം മുഴുക്കെ വിജ്ഞാന വിപ്ലവം സൃഷ്ടിക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം വലിയൊരു മഹാപണ്ഡിതനാണ് സയ്യിദുന ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ആ ഷാഫി ഇമാമിനെ കുറിച്ച് അക്കാലഘട്ടത്തിലെ ഭരണാധികാരിയുടെ മുന്നിൽ ചില ആളുകൾ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. ഷാഫി ഇമാം ഭരണകൂടത്തിനെതിരാണ്, ഭരണത്തെ എതിർക്കുന്ന ആളാണ്, ഭരണത്തെ ആക്ഷേപിക്കുന്ന ആളാണ് എന്നിങ്ങനെ തുടങ്ങി ഷാഫി ഇമാമിനെ കുറിച്ച് പലതും പറഞ്ഞ് അക്കാലഘട്ടത്തിലെ ഭരണാധികാരിയായ ഹാറൂൻ റഷീദിനോട് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിനെ വധിക്കാൻ, ഷാഫി ഇമാമിന് വധശിക്ഷ നടപ്പിലാക്കാൻ ഭരണകൂടം തീരുമാനിക്കുകയാണ്. അക്കാലഘട്ടത്തിൽ ഭരണാധികാരിയുടെ അടുത്ത ആളായിരുന്ന ഫുദൈൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്,
ഭരണാധികാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഫളലേ, നീ ഉടൻ തന്നെ ഷാഫി ഇമാമിനെ വിളിച്ചു കൊണ്ടുവരണം, ഷാഫിയെ കൊണ്ടുവരണം, അദ്ദേഹത്തെ ഉടൻ തന്നെ നമുക്കിവിടെ കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹത്തെ വധിക്കേണ്ടതുണ്ട്. ഫളലുള്ളാഹ് പറയാണ്, ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നിപ്പോയി, വല്ലാത്ത വിഷമം തോന്നിപ്പോയി. ഒരു മഹാനായ ആളെ വധിക്കുകയോ? പക്ഷേ രാജാവിന്റെ കൽപ്പനയല്ലേ, അമീറിന്റെ കൽപ്പനയല്ലേ. ഞാൻ പോയി ഷാഫി ഇമാമിനെ വിളിച്ചു കൊണ്ടുവന്നു. ഷാഫി ഇമാമിനെ വിളിച്ചു കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്, ഷാഫി ഇമാമിനെ കൊണ്ടുവരുമ്പോൾ ശത്രുക്കൾ സന്തോഷിക്കുകയാണ്, ഷാഫി ഇമാമിന്റെ എതിരാളികളൊക്കെ സന്തോഷിക്കുകയാണ്. ഷാഫി ഇമാമിന്റെ ഇതോടുകൂടെ കഥ തീരുകയാണല്ലോ, ഷാഫി ഇമാമിനെ വധിക്കപ്പെടുകയാണല്ലോ. ശത്രുക്കൾക്ക് വല്ലാത്ത സന്തോഷമായി, ഭരണാധികാരികൾക്കും തന്നെ വല്ലാത്ത സന്തോഷമായി. കാരണം ഭരണത്തെ എതിർക്കുന്നൊരു പണ്ഡിതന്റെ കഥ തീരുകയാണല്ലോ. ഷാഫി ഇമാമിനോട് കൂടി ഞാനിത് എങ്ങനെയാണ് പറയുക? എന്റെ മനസ്സിൽ വല്ലാത്ത പ്രയാസമായ ഒരു മഹാപണ്ഡിതനെ വധിക്കുന്ന രംഗം എങ്ങനെ പറയുന്നു? എങ്കിലും ഞാൻ പേടിച്ച് മനസ്സില്ല മനസ്സോടുകൂടെ ഷാഫി ഇമാമിനോട് കഥ പറഞ്ഞപ്പോ ഷാഫി ഇമാമിന്റെ മുഖത്തൊരു പ്രയാസമില്ല. ഷാഫി ഇമാമിനോട് പറഞ്ഞു, ഫളലേ, ഞാൻ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വരാം. ഫസല്ല റക്അത്തൈനി ഖഫീഫത്തൈൻ, 2 റക്അത്ത് നിസ്കരിച്ചു. 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സുമ്മ റഖബ ബഗലതൻ കാനത് ലഹു, ഷാഫി ഇമാമിനുണ്ടായിരുന്നൊരു വാഹനപ്പുറത്ത് ഷാഫി ഇമാം കയറുകയാണ്. ഫസിർനാ മഅഹു ഇലാ ദാരിർ റഷീദ്, ഹാറൂൻ റഷീദിന്റെ കൊട്ടാരത്തിലേക്ക് ഷാഫി ഇമാമിന് ഞാനും കൂടി കടന്നു ചെല്ലുകയാണ്. ഞങ്ങൾ കയറി ചെല്ലുമ്പോ ശത്രുക്കൾക്ക് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആഹ്ലാദത്തിലാണ്. കഴിഞ്ഞല്ലോ, ഷാഫി ഇമാമിന്റെ കഥ കഴിഞ്ഞല്ലോ, ധിക്കാരിയായ ഭരണാധികാരിക്കെതിരെ പ്രവർത്തിക്കുന്ന ഈ പണ്ഡിതന്റെ കഥ കഴിഞ്ഞല്ലോ. ഈ ചിന്തയോടുകൂടെ ആളുകളൊക്കെ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷാഫി ഇമാം കയറി ചെല്ലുന്നത്. പക്ഷേ കയറി ചെല്ലുന്ന ഷാഫി ഇമാം 1ാമത്തെ വാതിനടുക്കിലെത്തിയപ്പോൾ ഹറക ഷാഫിഈ ഷഫതൈ, ഷാഫി ഇമാം എന്തോ ദിക്റുകൾ ചൊല്ലുകയാണ്. പിന്നീട് ഉള്ളിലേക്ക് കയറി രാജാവിന്റെ മുന്നിലുള്ള ആ വാതിലിലേക്ക് വീണ്ടും കാലെടുത്തു വെച്ചപ്പോ വീണ്ടും ഹറക ഷഫതൈ, ഷാഫി ഇമാം വീണ്ടും ചുണ്ട് ചലിപ്പിക്കുന്നു, എന്തോ ദിക്റുകൾ ചൊല്ലുകയാണ്. ഫലമ്മാ വസൽനാ ബിഹദറത്തുർ റഷീദ്, അങ്ങനെ അമീറുൽ മുഅ്മിനീൻ അക്കാലഘട്ടത്തിൽ രാജാവ് ഹാറൂൺ റഷീദിന്റെ അടുക്കലേക്ക് എത്തിയപ്പോ ഹാറൂൺ റഷീദ് അതുവരെ വളരെ ഗൗരവത്തോടെയാണ് ഇരിക്കുന്നത്. ഷാഫി ഇമാമിന്റെ മുഖത്തേക്ക് ഗൗരവത്തോടെ ഇതുവരെ നോക്കിയിരുന്ന ആ രാജാവ്, വധിക്കാൻ തയ്യാറായിരുന്ന രാജാവ്, ചരിത്രം രേഖപ്പെടുത്തുന്നു, ഷാഫി ഇമാം കയറിയപ്പോൾ ഖാമ ഇലൈഹി അമീറുൽ മുഅ്മിനീൻ, ഹാറൂൺ റഷീദ് പെട്ടെന്ന് എണീക്കുകയാണ്. എണീക്കുന്നു മാത്രമല്ല ഫഅജ്ലസഹു മൗദിഅഹു വഖഅദ ബൈന യദൈഹി, ഹാറൂൺ റഷീദ് പോയിട്ട് ഷാഫി ഇമാമിന്റെ കൈ പിടിക്കുകയാണ്, മുത്തുകയാണ്, കൊണ്ടുവരുന്നു. ഹാറൂൺ റഷീദ് ഇരുന്ന കസേരയിൽ കൊണ്ടുപോയി ഇരുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ കാണുകയാണ്. ശത്രുക്കൾ അത്ഭുതപ്പെട്ടുപോയി, ഷാഫി ഇമാമിന്റെ ശത്രുക്കൾ അത്ഭുതപ്പെട്ടുപോയി. എന്ത് രംഗമാണ് കാണുന്നത്? ഇത്ര നേരം ഗൗരവത്തോടുണ്ടായിരുന്ന രാജാവ്, ഷാഫി ഇമാമിനെ ഇന്ന് വധിക്കുമെന്ന് പറഞ്ഞ രാജാവ് എന്ത് പറ്റിപ്പോയി? പെട്ടെന്ന് എണീക്കുന്നു, ഷാഫി ഇമാമിനെ സ്വീകരിക്കുന്നു. ഇതുവരെ ഒരാളെയും ഇരുത്താത്ത താൻ മാത്രം ഇരുന്ന കസേരയിൽ ഷാഫി ഇമാമിനെ കൊണ്ടുപോയിരിക്കുന്നു. ആളുകൾ അത്ഭുതപ്പെട്ടുപോയി. ഖിയാമുൻ യൻദുറൂന ഇലാ മാ അഅദ്ദലഹു മിൻ അൻവാഇൽ അദാബ്, അപ്പുറത്തും ഇപ്പുറത്തും നോക്കുമ്പോൾ ഷാഫി ഇമാമിനെ വധിക്കാൻ വേണ്ടി വാളം പിടിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അത്ഭുതപ്പെട്ടുപോയി, എന്തൊരു രംഗമാണ് ഈ കാണുന്നത്. എന്നിട്ടോ ഷാഫി ഇമാം ഹാറൂൺ റഷീദും കൂടി കുറെ നേരം സംസാരിക്കുകയാണ്. ഒരു ശത്രുതയുമില്ല, വല്ലാത്ത സ്നേഹത്തോടുകൂടെ, വല്ലാത്ത സന്തോഷത്തോടുകൂടെ രാജാവ് ഹാറൂൺ റഷീദ് ഷാഫി ഇമാമിനെ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു, തനിക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തിരിച്ചു പോരുകയാണ്. സുമ്മാദിന ലഹു ബിൽ ഇൻസിറാഫ്, ഒരു ശിക്ഷയും നടപ്പിലാക്കുന്നില്ല. ശിക്ഷ നടപ്പിലാക്കുന്നില്ലെന്ന് മാത്രമല്ല, ഒട്ടേറെ പാരിതോഷികങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ഹാറൂൺ റഷീദ് കൊടുക്കുകയാണ്. തിരിച്ചു പോന്നു. തിരിച്ചു പോരുന്ന സമയത്ത് ഫദൽ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടിക്കൊണ്ട് ചോദിച്ചു, അല്ല ബഹുമാനപ്പെട്ട ഷാഫി ഇമാമേ, എന്ത് പറ്റിപ്പോയി? എന്തേ താങ്കൾ കയറി വരുന്നവരെ ഹാറൂൺ റഷീദ് വല്ലാത്ത ഗൗരവത്തിലായിരുന്നു, തങ്ങളെ വധിക്കുമെന്ന് എന്നോടാണ് പറഞ്ഞത്, എന്തേ നിങ്ങൾ ചെയ്തു പോയ കാര്യം? ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ ഫളൽ, ഓ ഫളലേ, ഞാൻ ചെയ്തുപോയ കാര്യമുണ്ടല്ലോ. ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ 2 വാതിലുകൾ വെച്ചുകൊണ്ട് ദിക്ർ ചൊല്ലിയില്ലേ, ആ ദിക്റിന്റെ മഹത്വമാ. ഞാൻ ചൊല്ലിയ 2 ദിക്റിന്റെ പ്രത്യേകതയാണ് രാജാവിന്റെ മനസ്സ് മാറിപ്പോയത്.
സാധാരണ നമ്മൾ ദിക്റുകൾ പതിവാക്കുമ്പോൾ ആ ദിക്റുകൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ചൊല്ലിക്കഴിഞ്ഞാൽ അത് പരിഹാരമുണ്ടാകും. ഫദ്ലുല്ലാഹ് പറഞ്ഞു, എങ്കിൽ അയ്യുഹസ് സയ്യിദുൽ ഫഖീഹ്, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവേ, എനിക്കും ആ ദിക്റൊന്ന് പറഞ്ഞു തരണം. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം ആ ദിക്റുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഫദ്ലുല്ലാഹ് പറയാണ്, ആ ദിക്ർ ഞാൻ പഠിച്ചു എന്ന് മാത്രമല്ല, വകതബതുഹാ വജഅൽതുഹാ ഫീ ബർക്കത്ത് ഖബായി, ഞാനത് എഴുതി വെച്ചു, എന്റെ പോക്കറ്റിൽ തന്നെ ഇട്ടുവെച്ചു. പിന്നീട് ഫദ്ൽ റളിയല്ലാഹു അൻഹു പറയാണ്, കാന റഷീദ് കസീറൽ ഗളബ്, എന്റെ രാജാവ് വല്ലാത്ത ദേഷ്യമുള്ള ആളായിരുന്നു. എന്നോട് അനങ്ങിയാൽ എന്ത് വിഷയമുണ്ടായാലും വല്ലാതെ കോപിക്കുന്ന ആളായിരുന്നു എന്റെ രാജാവ്. പക്ഷേ ഞാനിത് പോക്കറ്റിലിടുന്നതിന് ശേഷം, ഞാനിത് ചെല്ലാൻ തുടങ്ങിയതിന് ശേഷം എന്ത് പ്രശ്നമുണ്ടായാലും രാജാവ് എന്നോട് ദേഷ്യപ്പെടാറില്ല, രാജാവിനോട് കോപിക്കാറില്ല, മുഖം ചൊളിച്ചുകൊണ്ടൊരു വർത്തമാനം എന്നോട് പിന്നീട് പറഞ്ഞിട്ടില്ല. ഇത് വല്ലാത്ത പ്രത്യേകതയുള്ള ദിക്റുകളാണ്. ദിക്റുകൾ ജീവിതത്തിൽ പതിവാക്കുക. ധാരാളം ദിക്റുകൾ ചൊല്ലി മനസ്സുകൾ മാറ്റം വരുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു പറഞ്ഞായിട്ട് ധരിക്കുന്നുണ്ടല്ലോ, ഞാൻ എന്റെ അടിമ എന്നെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ അതിലേറെ ഞാൻ അവനെ ഓർത്തുകൊണ്ടിരിക്കും. നമ്മൾ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അള്ളാഹു നമ്മെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുമ്പോഴേക്ക്, ഒരു അടിമ അള്ളാഹുലേക്ക് ഒരു ചാണെടുക്കുമ്പോഴേക്ക് അള്ളാഹു നമ്മളിലേക്ക് ഓടി വരുന്നു, ഒരു മുഴമെടുക്കുകയാണ്. നമ്മൾ അള്ളാഹുലേക്ക് ഒരു മുഴമെടുക്കുമ്പോഴേക്ക് അള്ളാഹു ഇങ്ങോട്ടൊരു വാറെടുക്കുകയാണ്. നമ്മൾ അള്ളാഹുലേക്ക് നടന്നു ചെല്ലുമ്പോഴേക്ക് അള്ളാഹു പറയാണ്, ഒരു അടിമനിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലുന്നതാണ്. അപ്പൊ ജീവിതത്തിൽ എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും ആ തെറ്റുകളൊക്കെ മനസ്സുരുകി അള്ളാഹുവിനോട് പറഞ്ഞ് അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, റബ്ബ് നമ്മളിലേക്ക് അടുക്കുന്നതാണ്. അള്ളാഹുവിന്റെ സാമീപ്യമുണ്ടാകും. നമ്മളെ കൂട്ടത്തിൽ പലർക്കും തെറ്റിദ്ധാരണതാണ്, ഇനിയിപ്പോ എങ്ങനെ അള്ളാഹുലേക്ക് അടുക്കുക, ഞാൻ കുറെ തെറ്റിയ ആളല്ലേ, എന്റെ ജീവിതത്തിൽ ഒരുപാട് പാപം വന്നുപോയ ആളല്ലേ, ഞാൻ എങ്ങനെ അള്ളാഹുലേക്ക് അടുക്കുക, അള്ളാഹ് സ്വീകരിക്കുമോ? നമുക്കുള്ള സംശയമാണ്. എത്ര തെറ്റ് ചെയ്താലും അള്ളാഹു സ്വീകരിക്കും, ഒരു സംശയം അതിന് വേണ്ട, ഒരു സംശയം വേണ്ട. എത്ര തെറ്റ് ചെയ്തവരാണെങ്കിലും അള്ളാഹുവിനോട് നമ്മൾ ഖേദിച്ചു മടങ്ങുമ്പോ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തെറ്റ് ചെയ്ത ആള് തെറ്റിന്ന് തൗബ ചെയ്യുമ്പോ അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്, പാപം ചെയ്യാത്തവനെ പോലെയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുലേക്ക് അടുക്കുക അതിന് പറ്റൊരു മാസമാണ് ശഅബാൻ. ഈ ശഅബാൻ വിട പറഞ്ഞ് റമദാനിലേക്ക് കാലെടുത്ത് വെക്കുന്നതോടുകൂടെ പാപങ്ങളിൽ നിന്ന് മുക്തി നേടിയവരാണ് നമ്മൾ. അല്ലാതെ റമദാൻ വരട്ടെ എന്നിട്ട് നന്നാവാം, അങ്ങനെയല്ലേ വേണ്ടത്. അങ്ങനെ നമ്മളെ കൂടുതൽ പറയും, റമദാനില് ബാക്കി 11 മാസം അടിച്ചു പൊളിച്ച് കഴിയുക, റമദാനാണ് നന്നാവുക. ആ നന്നാവൽ താൽക്കാലിക മാത്രമാണ്, അത് പോരാ. റമദാനിന്റെ മുമ്പ് തന്നെ ജീവിതത്തിന് മാറ്റം വരുത്തുക. എന്ത് ഹറാമാണോ ജീവിതത്തിൽ ചെയ്തിരുന്നെങ്കിൽ ആ ഹറാമെന്ന് പൂർണ്ണമായി അകന്നു നിൽക്കുക. ജീവിതത്തിൽ എന്ത് ഹറാമാണോ ചെയ്തിരുന്നത്, എന്താണോ പറഞ്ഞിരുന്നത്, എന്താണോ ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരുന്ന ഹറാമെങ്കിൽ പൂർണ്ണമായി അകന്ന് മാറിക്കൊണ്ട് നന്മയോടുകൂടെ നല്ലൊരു മനസ്സോടുകൂടെ തായിബായിക്കൊണ്ട് പാപങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായി മടങ്ങിയവനായിക്കൊണ്ടായിരിക്കണം റമദാനിലേക്ക് കാലെടുത്ത് വെക്കേണ്ടത്. അപ്പോഴേ നമ്മുടെ റമദാൻ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതിന് വേണ്ട ഒരു പ്രധാന ഘടകമാണ് ഞാൻ പറഞ്ഞത്, ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കുക. അപ്പോൾ അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയും. രണ്ടാമത് ചെയ്യേണ്ട ഒന്നാണ് സുഹബത്തു സ്വാലിഹീൻ, സാലിഹീങ്ങളുമായിട്ടുള്ള സമ്പർക്കം, സാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധം. അൽഹംദുലില്ലാ, നമുക്കിവിടെയൊക്കെ ഉള്ളൊരു ഗുണം തന്നെയാണ്. സയ്യിദന്മാരൊക്കെ വരുമ്പോ, ആലിമീങ്ങളൊക്കെ വരുമ്പോ അവരുമായി കൊണ്ട് ബന്ധം സ്ഥാപിക്കുക. ഇവിടെ അൽഹംദുലില്ലാ നല്ലൊരു നേതൃത്വം നമുക്കുണ്ട്, ഒരു പണ്ഡിത നേതൃത്വം, നല്ല കഴിവുള്ള സയ്യിദന്മാർ, ആലിമീങ്ങൾ ഇവിടെയുണ്ട്. അവരുമായി കൊണ്ടുള്ള ബന്ധം സ്ഥാപിക്കുക. അത് ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരണപ്പെട്ടവരുമായിട്ട് അവരുമായി കൊണ്ടൊക്കെ ബന്ധം സ്ഥാപിക്കുക. മഹത്തുക്കളായ ഔലിയാക്കളുടെ പേരിലൊക്കെ ധാരാളം ഫാത്തിഹകൾ ഓതുക, അവരോട് ബന്ധമുണ്ടാകും. അവർക്കോരോ ഫാത്തിഹ എപ്പോഴും ഓതുക, അവരുടെ ദുആയും ബറക്കത്തും എത്തുമേ. ഇൻകടിഞ്ഞു പോയ ആളുകളുടെ പേരിലൊക്കെ ഫാത്തിഹ ഓതുക. അങ്ങനെ ഓതുമ്പോ അവരുടെ ദുആയും ബറക്കത്തും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അവരുമായി കൊണ്ട് ആത്മീയമായ ബന്ധമുണ്ടാകും. കഴിഞ്ഞുപോയ മഹത്തുക്കളുടെ പേരിലൊക്കെ ധാരാളം ഫാത്തിഹ സൂറത്തുകൾ ഓതുക, അവരുമായി ബന്ധം സ്ഥാപിക്കുക. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. സാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധം നോക്കൂ നിങ്ങൾ. സ്വർഗത്തിൽ കിടക്കുന്ന 10 ജീവികളെ കൂട്ടത്തിൽ ഒന്നേതാ? കിത്മീർ എന്ന് പറയുന്ന നായ. ഒരു നായ സ്വർഗത്തിലാണ്. ഏതാണ് നായ? കിത്മീർ എന്ന് പറയുന്ന നായ. ഏതാണത്?
നമ്മളൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും 3 സൂറത്താണല്ലോ സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ പഠിക്കുന്നത്, ഓതാറുള്ളത്, മനസ്സിലാക്കാറുള്ളത് 7 ഔലിയാക്കൾ ചരിത്രമാണ്. 7 ഔലിയാക്കൾ നാട് വിട്ടുപോയി. ഈ ഔലിയാക്കൾ നാട് വിട്ടു പോകുമ്പോ ഔലിയാക്കളെ കൂടെ ഒരു നായയും പിന്നാലെ പോവുകയാണ്. നായ പിന്നാലെ കൂടിയപ്പോ ഔലിയാക്കൾ ചീത്ത പറഞ്ഞു, നായ ആട്ടിവിട്ടു. അപ്പൊ നായ സംസാരിച്ചു, ഇനി ഉഹിബ്ബു സാലിഹീൻ, ഞാൻ സാലിഹീങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അങ്ങനെ നായക്ക് സംസാരിക്കും. അതൊന്നും അത്ഭുതപ്പെടാനില്ല. നായ സംസാരിച്ചിട്ടുണ്ട്, മരം സംസാരിച്ചിട്ടുണ്ട്, പല ജീവികളും കല്ലുകൾ സംസാരിച്ചൊക്കെ ചരിത്രത്തിലുണ്ട്. ഉഹദ് പർവ്വം സംസാരിച്ചിട്ടുണ്ട്, മദീനയിലെ കല്ലുകൾ, മക്കയിലെ മുൾത്തരികളൊക്കെ സംസാരിച്ചൊക്കെ ചരിത്രത്തിലുണ്ട്. ഞാനൊന്നും പറയില്ല, ആ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം. ഏതായാലും ഇരിക്കട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രേഖപ്പെടുത്തുന്ന സംഭവങ്ങളിലൊക്കെ അങ്ങനെ ധാരാളം സംഭവങ്ങൾ കാണാൻ കഴിയും. ഏതായാലും ഈ 7 ഔലിയാക്കളോട് നായ പറയുകയാണ്, എന്നെ ആട്ടിവിടണ്ട, ഇന്നി ഉഹിബ്ബു സാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങൾ ഇഷ്ടപ്പെടുന്നവനാണ്. അങ്ങനെ നായ ഔലിയാക്കളെ പിന്നാലെ പോവുകയാണ്. ഔലിയാക്കൾ ഒരു ഗുഹയിൽ പോയി. ചരിത്രം വിശാലമാണല്ലോ, വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയ സംഭവമാണ്. വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം ആ ഔലിയാക്കൾ ഭക്ഷണമില്ലാതെ ഗുഹയിൽ കിടന്നിറങ്ങുകയാണ്. ആ സമയത്ത് നായൻ തന്നെ ഒരു കേടുമില്ലാതെ, ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ഖൽബുഹും ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീൽ, വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അവരെ കൂട്ടത്തിൽപ്പെട്ട നായ ഖുർആൻ പറഞ്ഞു. ഖൽബുഹും വസാമിനുഹും, അവരെ കൂട്ടത്തിൽ 8ാമത്തെ ആൾ എന്നാണ് ആ നായെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ആ നായക്ക് ഇവർ കിട്ടിയതേ ഗുണങ്ങൾ കിട്ടി. എന്തേ കാരണം? ഈ നായ സ്വർഗത്തിലുമാണ്. എന്തേ കാരണം? മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു, ഹാദിഹി ഫായിദത്തു സുഹ്ബത്തി അഹ്ലിൽ ഖിയാർ, നല്ല ആളുകളുമായിക്കൊണ്ട്, നന്മയുടെ ആളുകളുമായിക്കൊണ്ട് സമ്പർക്കം പുലർത്തിയത് കൊണ്ടാണ് ഈ നായ സ്വർഗത്തിൽ കടന്നത്. നായ വേറൊരു അമലൊന്നും ചെയ്തിട്ടില്ല, നായ വേറൊരു നന്മയും ചെയ്തിട്ടില്ല. നായ ചെയ്ത ഏക നന്മ എന്താ? സാലിഹീങ്ങളെ പിന്നാലെ കൂടി സാലിഹീങ്ങളുമായി സമ്പർക്കം പുലർത്തി. അത് കാണണമെന്നില്ല, മുത്തുനബി നമ്മൾ കാണുന്നില്ല, പക്ഷെ സ്നേഹിച്ചാൽ മതി, ആ ബന്ധം കിട്ടും. കണ്ടില്ലേ നിങ്ങൾ സയ്യിദുന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു, മുത്തുനബിന്റെ കാലഘട്ടക്കാരനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചു ഉവൈസുൽ ഖർനിക്ക്. പക്ഷേ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ രോഗം കാരണം, വൃദ്ധയായ രോഗിയായ തന്റെ ഉമ്മയെ വിട്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് ഉവൈസുൽ ഖർനി മുത്തുനബിയെ കാണാൻ പോയില്ല. നബിയെ കാണുന്ന ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ ഉമ്മ പറഞ്ഞു പോകരുത്. അത് നബിയോടുള്ള ദേഷ്യം കൊണ്ടല്ല, വൃദ്ധയായ മാതാവ് രോഗിയായി കിടക്കുമ്പോ അത് വലിയ പുണ്യമാണെന്ന് മനസ്സിലാക്കി ഉമ്മാക്ക് ഖിദ്മത്ത് ഇത് കൂടിയവിടെ. പക്ഷേ വല്ലാത്ത സ്നേഹമാണ് ഉവൈസുൽ ഖർനിക്ക് മുത്തുനബിയോടുണ്ടായത്. എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഉവൈസുൽ ഖർനി കർണങ്ങാടിയിലേക്ക് വരികയാണ്. കർണങ്ങാടിയിലേക്ക് വന്നുകൊണ്ട് ഉവൈസുൽ ഖർനി ഉറക്കനെ വിളിച്ചു ചോദിക്കുകയാണ്, ഹൽ ഫീകും മിൻ അഹ്ലിൽ മദീന, ഇന്ന് മദീനത്ത് പോയവരാരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും മദീനത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുമാർ, റഅയ്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ മദീനത്ത് പോയിട്ട് മുത്തുനബിയെ കണ്ടിട്ടുണ്ടോ? മുത്തുനബി കണ്ടറിഞ്ഞ ഉവൈസുൽ ഖർനി യഖബ്ബിലു ഫീ ഐനൈഹി, മദീനത്ത് പോയി മുത്തുനബിയെ കണ്ടുവന്ന വ്യക്തിയുടെ കണ്ണിലേക്ക് തുരുതുരാ ചുംബനം നൽകുകയാണ്. എനിക്ക് നബിയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നബിയെ കണ്ടവരുടെ കണ്ണ് കാണാൻ കഴിഞ്ഞല്ലോ, അവരെ കണ്ണൊന്ന് ഞാൻ മുത്തട്ടെ എന്ന് പറഞ്ഞ് ഉവൈസുൽ ഖർനി ആ കണ്ണിൽ തുരുതുരാ ചുംബനം കൊടുക്കുകയാണ്. ഉഹദ് യുദ്ധം നടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുൻപല്ല് പൊട്ടിയെന്നുള്ള വിവരം ഉവൈസുൽ ഖർനി അറിഞ്ഞപ്പോൾ കല്ലെടുത്തു, പല്ലിനെ കുത്തി, ആ പല്ല് കുത്തിപ്പൊട്ടിച്ചിട്ട് പറഞ്ഞു, മുത്തുനബിയുടെ പല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഉവൈസുൽ ഖർനിക്ക് ഇനി പല്ല് വേണ്ട. അതാണ് സ്നേഹം. അത് കേട്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല ഉവൈസുൽ ഖർനിക്ക്. നബി വല്ലാതെ സ്നേഹിച്ചു പോയി. അതുകൊണ്ട് തന്നെ മുത്തുനബി ഇങ്ങോട്ടും സ്നേഹിച്ചു. ഉവൈസുൽ ഖർനിയെ കണ്ടിട്ടില്ല, ഉവൈസുൽ ഖർനി അങ്ങോട്ടും കണ്ടിട്ടില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ, നിങ്ങൾ ഭാവിയിൽ ഉവൈസുൽ ഖർനിയെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ആളെ പേര് പറഞ്ഞു കൊടുക്കുന്നു, രൂപം പറഞ്ഞു കൊടുക്കുന്നു, അടയാളം പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ പറയണം. ആരോടാ പറയുന്നത്? മുത്തുനബിയുടെ സമുദായത്തിലെ ഏറ്റവും സ്ഥാനമുള്ളവരല്ലേ സഹാബത്ത്. ആ സഹാബത്തിനോട് പറയുന്നു, നിങ്ങൾ ഉവൈസുൽ ഖർനിയെ കണ്ടാൽ ദുആ ചെയ്യിപ്പിക്കണം. പിന്നീട് ഉമറുല്ലാഹ് രാജ്യം ഭരിക്കുമ്പോ യമനിൽ നിന്ന് ആര് വന്നാലും, യമൻ പ്രദേശത്ത് നിന്ന് ആര് വന്നാലും
ഉമർ റളിയല്ലാഹു ചോദിക്കുമത്രേ, ഹൽ ഫീക്കും ഉവൈസുൽ കർണി, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസുൽ കർണി ഉണ്ടോ? ഒരു ദിവസം ആരോ എണീറ്റിട്ട് പറഞ്ഞത്രേ, ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരാളില്ല, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരാളില്ല, ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളെ ചോദിക്കാൻ മാത്രം സ്ഥാനമുള്ള ഒരാളില്ല, ഒരു ചെരുപ്പ് തുന്നിയായിട്ടൊരാളുണ്ട്. ഉമർലാന് ദേഷ്യപ്പെട്ടു പോയി. ഉമർലാന പറഞ്ഞു, അങ്ങനെ നിസ്സാരമാക്കരുത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ കണ്ട ദുആ ചെയ്യിപ്പിക്കാൻ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് കണ്ട നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചപ്പോ, ഔലിയാക്കളെ സ്നേഹിച്ചപ്പോ, മഹത്തുക്കളെ സ്നേഹിച്ചപ്പോ ഉവൈസുൽ കർണി മരണം നോക്കും നിങ്ങൾ, വല്ലാത്ത അത്ഭുതമാണ്, മഹാ അത്ഭുതമാണ്. മരുഭൂമിയിൽ വെച്ചുകൊണ്ടാണ് ഉവൈസുൽ കർണി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഞാൻ നിർത്തുകയാണ്. മരുഭൂമിയിൽ വെച്ചുകൊണ്ടാണ് ഉവൈസുൽ കർണി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. മരുഭൂമിയിൽ വെച്ചുകൊണ്ട് ഉവൈസുൽ കർണി റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോ കൂടെയുള്ളവർ വിഷമിച്ചുപോയി. എങ്ങനെയാണ് ഉവൈസുൽ കർണിയെ കുളിപ്പിക്കാൻ ഇവിടെ വെള്ളമില്ലല്ലോ, കഫൻ ചെയ്യാൻ തുണിയില്ലല്ലോ, ഖബർ കുഴിക്കാൻ സാധനങ്ങളൊന്നുമില്ലല്ലോ, എന്ത് ചെയ്യുന്നവരാകെ ആശങ്കയിലായി. സുബ്ഹാനല്ലാഹ്, ഉവൈസുൽ കർണി മരണപ്പെട്ടിരിക്കുന്ന സമയത്ത് കൂടെയുള്ളവർ വിഷമിക്കുമ്പോൾ ഫവജദ ഇൻദഹു മഅൻ മസ്ഊബാ, ഉവൈസുൽ കർണിയെ കുളിപ്പിക്കാനുള്ള വെള്ളമതാ എത്തിയിരിക്കുന്നു. ആരാണ് കൊണ്ടുവന്ന ഒരാളും കണ്ടില്ല. തന്റെ മുന്നിലേക്കതാ വെള്ളം എത്തിയിരിക്കുന്നു. മാത്രമല്ല കഫൻ ചെയ്യാനുള്ള തുണിയും എത്തിയിരിക്കുന്നു. കുളിപ്പിച്ച് കഫൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഫവജദ ഇൻദഹു ഖബറൻ മഹ്ഫൂറാ, കുളിപ്പിച്ച് കഴിഞ്ഞ് കഫൻ കഴിഞ്ഞപ്പോഴേക്ക് മുന്നിലതാ ഒരു ഖബർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ആ ഖബറിലേക്ക് ഉവൈസുൽ കർണിയെ മറവ് ചെയ്യുകയാണ്. എന്തേ സംഭവിച്ചത്? മഹത്തുക്കളുമായി ബന്ധം പുലർത്തിയപ്പോൾ ഉന്നതമായ സ്ഥാനം കൈവരിക്കാൻ സാധിച്ചു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കുന്ന ഈ പ്രവാസ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, നാട് വിട്ട് കുടുംബം വിട്ടൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്: സാലിഹീങ്ങളുമായിട്ട് ബന്ധം പുലർത്തുക. ഒറ്റത്തടിയായി ജീവിക്കാതെ ഈ കൂട്ടായ്മയിൽ, അൽഹംദുലില്ലാഹ് നല്ല കഴിവുള്ള ആളുകളാണ് ഇവിടെയുള്ളത്, ആ കൂട്ടായ്മയിൽ ചേരുക. സമസ്തന്റെ കൂടെ, സ്വാലിഹീങ്ങളോട് കൂടെ, ചൂഷകന്മാരുടെ കൂടെയോ തട്ടിപ്പുകാരുടെ പിന്നാലെ കൂടാതെ സ്വാലിഹീങ്ങൾ കാണിച്ചേരുന്ന ഈ പരിശുദ്ധമായ പ്രസ്ഥാനത്തിന്റെ പിന്നാലെ ഉറച്ചു നിൽക്കുക. മറ്റുള്ള തട്ടിപ്പുകാർ ഒരുപാട് നമ്മുടെ നാടുകളുണ്ട്. ദീനിന്റെ പേര് പറഞ്ഞിട്ട് തന്നെ, സുന്നത്ത് ജമാഅത്തിന്റെ പേര് പറഞ്ഞ് തന്നെ പല പ്രസ്ഥാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊന്നും പെട്ടുപോകരുത്. അവരുടെ തട്ടിപ്പുകളൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ നമുക്കൂടെ പറയാം. നിങ്ങൾ നേരത്തെ തന്നെ എത്തിച്ചേരണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ നീ സ്വാലിഹായ അമരായി സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ സജുദ്യമത്തെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇതിനുവേണ്ടി സഹായിച്ച ആളുകൾ എല്ലാവരെയും നീ സഹായിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഇനിയും കാണാനും ഒത്തുകൂടാനും നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ബാക്കി ബഹുമാനോടെ തങ്ങളുടെ ദ്വായോടുകൂടെ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുന്നതാണ്. എല്ലാവരും ഇരിക്കുക. ബഹുമാനോടെ തങ്ങൾ ദ്വാ ചെയ്യും. ഞാൻ നിർത്തുന്നു. നിങ്ങളൊക്കെ ദ്വായിൽ എപ്പോഴും ഉൾപ്പെടുത്തണമെന്ന് വിനീതം അഭ്യർത്ഥിച്ചു നിർത്തുകയാണ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.